നമസ്കാരം. പാകിസ്ഥാൻ സർക്കാരിനെതിരായ പ്രതിഷേധം കനക്കുകയാണ്. എന്താണ് പാക് അധിനിവേശ കാശ്മീരിൽ നടക്കുന്നത്? 9 മണി വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നോക്കാം വാർത്തകൾ ഇതുവരെ. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിന് പിന്നാലെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടുതൽ തട്ടിപ്പുകൾ പുറത്ത്. നെയ്യ് അഭിഷേകത്തിന് ആചാരം ലംഘിച്ച് തേങ്ങ എത്തിച്ച് കീശയിലാക്കിയത് ലക്ഷങ്ങൾ. ഭക്തരിൽ നിന്ന് നെയ്ത്തേങ്ങ ശേഖരിച്ച് സന്നിധാനത്ത് എത്തിച്ചത് ട്രാക്ടറിൽ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി സന്നിധാനത്ത് നിന്ന് പുറത്തു കൊണ്ടുപോയതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ ചോദ്യം ചെയ്യും. കേരളത്തിലും പുറത്തും ഉണ്ണികൃഷ്ണൻ പോറ്റി പിരിവ് നടത്തിയെന്ന നിഗമനത്തിൽ വിജിലൻസ്. ദേവസ്വം ബോർഡ് യോഗം ഇന്ന് ചേരും. വിവാദത്തിൽ ഹൈക്കോടതിയോട് സമഗ്ര അന്വേഷണം ആവശ്യപ്പെടും. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തെരഞ്ഞെടുക്കാനുള്ള യോഗവും ഇന്ന്. സർക്കാരുമായി തുറന്ന പോരിന് കത്തോലിക്ക സഭ. NSS സ്കൂളുകളിലെ ഭിന്നശേഷി അധ്യാപക നിയമനം മാത്രം അംഗീകരിച്ചതിൽ കടുത്ത വിയോജിപ്പ്. സഭാ സ്കൂളുകളിൽ അംഗീകാരം കാത്തിരിക്കുന്നത് 2500ഓളം തെരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോൾ കത്തോലിക്ക സഭയുടെ നിർണായക രാഷ്ട്രീയ ഇടപെടൽ. കേരള കോൺഗ്രസുകൾ ഒന്നിക്കണമെന്ന് ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ. പരസ്പരം മത്സരിക്കുന്നത് ഗുണം ചെയ്യില്ല എന്ന് നേതാക്കളോട് ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കണ്ണൂർ പെരിങ്ങത്തൂരിൽ തനിക്ക് നേരെയുണ്ടായ കയ്യേറ്റം ശരിയായ സമരരീതിയല്ല എന്ന് KP മോഹനൻ MLA. പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ചർച്ചയിലൂടെ. അക്രമ സമരത്തോട് യോജിപ്പില്ല. മറ്റന്നാൾ നഗരസഭയുടെ നേതൃത്വത്തിൽ സമരക്കാരുമായി ചർച്ച നടത്തുമെന്നും MLA. $25 കോടിയുടെ തിരുവോണം ബമ്പർ ലോട്ടറി നറുക്കെടുപ്പ് നാളെ. വിൽപ്പന അവസാന ഘട്ടത്തിൽ. ഇക്കുറിയും പ്രിയം പാലക്കാട് സീരീസിലെ ടിക്കറ്റുകൾക്ക് അച്ചടിച്ചത് 75 ലക്ഷം ടിക്കറ്റുകൾ. ജനകീയ പ്രക്ഷോഭത്തിൽ പാക് അധിനിവേശ കശ്മീർ സംഘർഷഭരിതം. പ്രക്ഷോഭകർക്ക് നേരെയുള്ള സൈന്യത്തിന്റെ വെടിവെപ്പിൽ പ്രതിഷേധം ശക്തം. സമരക്കാരുമായി ചർച്ചയ്ക്ക് സർക്കാർ പ്രതിനിധികൾ മുസാഫറാബാദിൽ. അമേരിക്കയിലെ അടച്ചുപൂട്ടലിൽ ഡെമോക്രാറ്റുകളെ രൂക്ഷമായി വിമർശിച്ച പ്രസിഡന്റ് ട്രംപ്. ഇൻഷുറൻസ് ഫണ്ട് ആനുകൂല്യം അനധികൃത കുടിയേറ്റക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമമെന്ന് കുറ്റപ്പെടുത്തൽ. രാജ്യാതിർത്തി ക്രിമിനലുകൾക്ക് തുറന്നുകൊടുക്കണമെന്ന് ഡെമോക്രാറ്റുകളുടെ നയമെന്നും ട്രംപ്. 2ാം ദിവസവും അടച്ചുപൂട്ടൽ പൂർണ്ണം. അമേരിക്കയിൽ ജനജീവിതം പ്രതിസന്ധിയിൽ. കരൂരിലെ TVK റാലി ദുരന്തത്തിൽ വിജയിക്കും തമിഴ്നാട് സർക്കാരിനും ഇന്ന് നിർണായകം. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള TVKയുടെ ഹർജി ഇന്ന് മദ്രാസ് ഹൈക്കോടതിയിൽ. മധുര ബെഞ്ചിന് മുന്നിലുള്ള ഹർജിയിൽ പ്രധാന ആരോപണം DMK സർക്കാരിന് എതിരെ. വിജയ്ക്കെതിരെ കേസെടുക്കണമെന്ന ഹർജിയും പരിഗണിക്കും. കരൂരിൽ MA ബേബിയുടെ നേതൃത്വത്തിൽ CPIM പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനം. പാലക്കാട് മണ്ണാർക്കാട്ട് കാട്ടുപന്നി കുറുകച്ചാടി. കോട്ടോപ്പാടം പഞ്ചായത്ത് അംഗം നിജോ വർഗീസിന് പരിക്ക്. കാട്ടുപന്നി ഇടിച്ചത് ബൈക്കിൽ വീട്ടിലേക്ക് പോകുമ്പോൾ. അബോധാവസ്ഥയിലായിരുന്ന നിജോ അപകടനില തരണം ചെയ്തു. 9 മണി വാർത്ത ആദ്യം ന്യൂസ് 18 എക്സ്ക്ലൂസീവിലേക്കാണ്. വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പണപ്പിരിവ് നെയ്യ് അഭിഷേകത്തിലും. നെയ്ത്തേങ്ങകൾ ശേഖരിച്ച് അഭിഷേകം നടത്തി നൽകുന്നതിൽ ആണ് പണം പിരിച്ചത്. ആചാരപ്രകാരം നെയ്ത്തേങ്ങ കൊണ്ടുപോകേണ്ടത് ഇരുമുടിക്കെട്ടുകളിൽ ആണ്. എന്നാൽ വിവിധ ഇടങ്ങളിലെ ഭക്തരിൽ നിന്ന് നെയ്ത്തേങ്ങ ശേഖരിച്ച് ട്രാക്ടറിൽ സന്നിധാനത്ത് എത്തിക്കും. ലക്ഷക്കണക്കിന് രൂപയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുവഴി പിരിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുൺ ആണ് ചേരുന്നത്. അതിനു മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി നെയ്ത്തേങ്ങ സന്നിധാനത്ത് എത്തിക്കുന്നതിനെ കുറിച്ച് 2022 ന്യൂസ് 18 നൽകിയ റിപ്പോർട്ട് ആദ്യം കാണാം. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ബാംഗ്ലൂർ സ്വദേശിയാണ് ആഗ്രഹിച്ച കാര്യം നടന്നതിന് അയ്യപ്പന് വഴിപാട് നടത്തിയത്. 18,001 തേങ്ങകൾ 3 ദിവസം കൊണ്ട് നിറച്ചാണ് സന്നിധാനത്ത്
ട്രാക്ടറിൽ എത്തിച്ചത്. അദ്ദേഹം ദേവസ്വം ബോർഡിലേക്ക് മുതൽക്കൂട്ടായിട്ട് 18 ലക്ഷം രൂപ ആണ് ഇതിലേക്ക് അടച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ആയിട്ടുള്ള ഓരോ വ്യക്തിക്കും അവരുടെ കുടുംബത്തിനും ഓരോ അയ്യപ്പ ഭക്തനും നല്ലത് വരുത്തണമെന്നും അവർക്കെല്ലാം ഈശ്വരാനുഗ്രഹം ഉണ്ടാവണമെന്നും ഈ സമയത്തിൽ ഞാൻ അയ്യപ്പനോട് പ്രാർത്ഥിക്കുന്നു. സ്വാമി ശരണം. 18 മലകളെ കേന്ദ്രീകരിച്ചാണ് 18,001 എന്ന കണക്കിൽ നെയ്ത്തേങ്ങകൾ കൊണ്ടുള്ള അഭിഷേകം. അപൂർവമായി നടന്ന വഴിപാടിൽ ദേവസ്വം ബോർഡിനും കൗതുകം. ഇത്രയും തേങ്ങ ഒരു ഭക്തന് ഒരുമിച്ച് നെയ്യ് അഭിഷേകം നടത്തുന്നത് ശബരിമലയിൽ ആദ്യമായിട്ട് തന്നെയാണ്. കൗതുകം കൊണ്ട് എന്താണ് അതിന്റെ പിന്നിലുള്ള ഇത് വല്ല വഴിപാട് നടത്താനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും കാര്യങ്ങളുടെ അയ്യപ്പന്റെ അനുഗ്രഹം ലഭിച്ചത് തന്നെ ആയിരിക്കണം. ഇതിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളുടെ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് ചെയ്തതാണ്. ഏതായാലും അദ്ദേഹത്തിന്റെ ആ ഒരു ഭക്തി കണക്കിലെടുത്ത് തന്നെയാണ് നമ്മൾ അതിനുള്ള ക്രമീകരണങ്ങൾ മുഴുവൻ നെയ്യും അഭിഷേകം കഴിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളതും അതുകൊണ്ട് തന്നെയാണ്. 18 ലക്ഷം രൂപയാണ് നെയ്യഭിഷേകത്തിനായി ഭക്തൻ സന്നിധാനത്ത് അടച്ചത്. 2000 ലിറ്റർ നെയ്യാണ് തേങ്ങകളിൽ നിറച്ചത്. ന്യൂസ് 18 സന്നിധാനം. യെസ്, 2022 തന്നെ ഞങ്ങൾ സംരക്ഷണം ചെയ്ത വാർത്തയായിരുന്നു. ആ ഘട്ടത്തിൽ സ്വാഭാവികമായും ഒരു ഭക്തൻ എന്ന നിലയിൽ ആണ് ആളുകൾക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം ലഭിക്കുന്നത്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കൗതുകം ഉള്ള ഒന്നായിരുന്നു. മാത്രവുമല്ല, ഭക്തരുടെ ആഗ്രഹങ്ങൾ എന്നത് പലതാണ്. പലതരത്തിലുള്ള നേർച്ചകൾ, വഴിപാടുകളൊക്കെയായി ആളുകൾ എത്തുന്ന സാഹചര്യമൊക്കെയാണ് ഉള്ളത്. ഇപ്പോൾ വി അരുൺ ആണ് ചേരുന്നത്. അരുൺ, ഇത്തരത്തിലൊരു വാർത്ത നമ്മൾ തന്നെ നേരത്തെ നൽകിയിരുന്നതാണ്. പക്ഷേ ആ വാർത്തയുടെ സ്വഭാവം സ്വാഭാവികമാണ്. ഭക്തൻ വിശ്വാസപൂർവ്വം അർപ്പിച്ചത് എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ പുറത്തു വരുമ്പോൾ ഇത് ഏതെങ്കിലും ഒരു ഭക്തൻ നൽകിയതാണോ അതെയോ ആളുകളിൽ നിന്ന് ശേഖരിച്ചതാണോ, ഇതിൻ്റെ പേരിൽ വലിയ പണപ്പിരിവ് നടത്തിയിട്ടുണ്ടോ? ഇത്തരം സംശയങ്ങളെല്ലാം ബലപ്പെടുകയല്ലേ? അഭിലാഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നായി ഉണ്ണികൃഷ്ണനെ ചുറ്റിപ്പറ്റി ഇപ്പോൾ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവാദവും ആരോപണവും അയാൾ ശബരിമലയിലെ ഇടനിലക്കാരനായിരുന്നു. ഈ വാർത്തയും വ്യക്തമാക്കുന്നത് ഇടനില നിന്ന് അവിടേക്ക് നെയ്ത്തേങ്ങ കൊണ്ടുവരാൻ അയാൾ നെയ്ത്തേങ്ങ കൊണ്ടുവന്നു എന്നുണ്ട് ഇടനില. അതിനൊരു ഉദാഹരണം മാത്രമേ ഇതിനെ കാണണം. ശബരിമലയിൽ ഇയാളുടെ സ്വാധീനത്തിന്റെ ഉദാഹരണമായി തന്നെ ഇതിനെ കാണണം. കാരണം ശബരിമലയിൽ നെയ്ത്തേങ്ങ കൊണ്ടുവരേണ്ടത്, നെയ്ത്തേങ്ങ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വിശിഷ്ടമെന്ന് ഭക്തർ വിശ്വസിക്കുന്ന അഭിഷേകമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ആചാരമാണ്. ഇരുമുടിക്കെട്ടിൽ നെയ്ത്തേങ്ങയുമായാണ് അയ്യപ്പന്മാർ മല ചവിട്ടേണ്ടത്. ആ ഇരുമുടിക്കെട്ടുമായി എത്തുന്നവർക്ക് മാത്രമേ 18-ാം പടി ചവിട്ടി അയ്യപ്പനെ ദർശിക്കാനാകൂ. അല്ലാതെ വരുന്നവർക്ക് മറ്റു വഴികളുണ്ട് അവിടേക്ക് ദർശനത്തിനായി പോകാൻ. ഇരുമുടിക്കെട്ടുമായി വന്നാൽ മാത്രമേ 18-ാം പടി ചവിട്ടുകയുള്ളൂ. ഇരുമുടിക്കെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നിവേദ്യം അയ്യപ്പന് നൽകാനുള്ളത് നെയ്ത്തേങ്ങയാണ്, നെയ്യ് നിറച്ച തേങ്ങയാണ്. ആ നെയ്ത്തേങ്ങ ട്രാക്ടറിൽ ആയിരക്കണക്കിന് നെയ്ത്തേങ്ങകൾ ട്രാക്ടറിൽ കൊണ്ടുവരുന്നു. അത് ശബരിമലയിലെ നമുക്കറിയാം കയറിപ്പോകുന്ന നടപ്പന്തലിൽ അവിടെ വെച്ച് പൊട്ടിച്ച് ഒരു കൂട്ടം ആളുകൾ പൊട്ടിച്ച്, ഭക്തർ തന്നെയാണ്, അയ്യപ്പന്മാർ തന്നെയാണ്, പൊട്ടിച്ച് വലിയ പാത്രങ്ങളിലാക്കുന്നു. അത് അഭിഷേകം നടത്തുന്നു. അതിന് ദേവസ്വം ബോർഡിന് പണം ലഭിക്കുന്നു, 18 ലക്ഷത്തോളം രൂപ ലഭിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. അവർ അതിന് അനുമതി നൽകുന്നു. എങ്ങനെയാണ് ഇരുമുടിക്കെട്ടിലല്ലാതെ അയ്യപ്പനെ കൊണ്ടുവരുന്ന തേങ്ങ അയ്യപ്പനെ അഭിഷേകം ചെയ്യാനാവുക? അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാര ലംഘനം നടന്നിട്ടില്ലേ എന്നാരും ചോദിച്ചാൽ അത് അതേ എന്ന് പറയേണ്ടി വരും. അത്തരം സംശയം കൊണ്ട് മറുപടി പറയേണ്ട തന്ത്രി അടക്കമുള്ള ദേവസ്വം ബോർഡിന്റെ ഉന്നതർ അടക്കമുള്ളവർ തന്നെ മറുപടി പറയേണ്ട കാര്യമാണ്. അത്തരത്തിൽ 18,001 തേങ്ങ കൊണ്ടുവരാൻ എങ്ങനെ ഇയാൾക്ക് അനുമതി നൽകി? ഈ നമുക്കറിയാം ജനുവരി 1-ാം തീയതി 2022 ജനുവരി 1-ാം തീയതിയാണ് ശബരിമല സീസൺ, മകരവിളക്ക് സീസണിന്റെ സമയമാണ്. വലിയ തിരക്ക് ശബരിമല ഉള്ള സമയമാണ്. അവിടെ നമുക്ക് ലക്ഷക്കണക്കിന് ഭക്തർ ദിവസവും 14,000 ഭക്തർ ദിവസവും വന്നു പോകുമ്പോൾ നെയ്ത്തേങ്ങ നിറയ്ക്കാനുള്ള നെയ്യ് അഭിഷേകത്തിനുള്ള ടോക്കൺ എടുക്കണമെങ്കിൽ ക്യൂ നമുക്കറിയാവുന്നതാണ്. മണിക്കൂറുകൾ ക്യൂ നിന്നാൽ മാത്രമേ അവിടെ ടോക്കൺ എടുക്കാൻ കഴിയൂ. ഇങ്ങനെ വലിയൊരു മുതലാളിയോ അല്ലെങ്കിൽ പണമുള്ള ഭക്തനോ, പേര് പോലും വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലാത്തൊരു ഭക്തൻ എന്നാണ് ഈ അവിടെ ഉണ്ണികൃഷ്ണൻ പറയുന്നത്. അങ്ങനെ ഒരു ഭക്തൻ 18 ലക്ഷം രൂപ വന്നാൽ ഈ സാധാരണക്കാരായ മണിക്കൂറുകൾ ക്യൂ നിന്ന് മഴ കൊണ്ട് വെയിൽ കൊണ്ട് സന്നിധാനത്തേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തർ അവർ അഭിഷേകത്തിനെടുക്കുന്ന ടോക്കണുകൾ മാറ്റിവെച്ച് അവർക്ക് ടോക്കൺ പക്ഷേ കൊടുക്കാതിരുന്നിരിക്കും ആ ദിവസം, അല്ലെങ്കിൽ അവർ ക്യൂവിൽ വളരെ പിന്നിലേക്ക് പോയേക്കാം. 18,000 തേങ്ങകളുടെ ടോക്കൺ എടുക്കാൻ എത്ര സമയം വേണം, അത് അഭിഷേകം എത്ര സമയം വേണം? അങ്ങനെ സാധാരണക്കാരായ അയ്യപ്പ ഭക്തർക്ക് അവിടെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു, അവർ പിന്നിലേക്ക് പോകുന്നു. അതിനുമപ്പുറത്തേക്ക് ഇരുമുടിക്കെട്ടില്ലാതെ കൊണ്ടുവരുന്ന ട്രാക്ടറിൽ കൊണ്ടുവന്ന തേങ്ങ എങ്ങനെയാണ് അയ്യപ്പന് അഭിഷേകം ചെയ്ത ചോദ്യം വരുന്നു. ഒരു കാര്യം വ്യക്തമാണ്,
പേര് വെളിപ്പെടുത്താത്ത ഒരു അയ്യപ്പ ഭക്തർ എന്ന് പറയുമ്പോൾ അത് ഒരാളാണോ? ഇപ്പോൾ ദേവസ്വം ബോർഡിൽ നിന്ന് ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഇത് ഇയാളുടെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു. 2021 മുതൽ 23 വരെ ഇയാൾ പല തവണ ഇത്തരത്തിൽ ഈ അത് മാസപൂജ സമയത്തും അതുപോലെ തന്നെ ഈ മണ്ഡല മകരവിളക്ക് ഉത്സവ സമയത്തുമൊക്കെ ഇയാൾ പലതവണ ഇത്തരത്തിൽ വലിയ രീതിയിൽ വലിയ ക്വാണ്ടിറ്റി നെയ്ത്തേങ്ങ അവിടെ കൊണ്ടുവന്ന് പല അയ്യപ്പ ഭക്തരുടേതെന്ന് പറഞ്ഞ് അവിടെ അഭിഷേകം നടത്തിയിട്ടുണ്ട്. ഇതിന്റെ പേരിലും ഇയാൾ പണപ്പിരിവ് നടത്തിയെന്നാണ് മനസ്സിലാകുന്നത്. അതിനുള്ള തെളിവുകളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അത് അന്ന് ആ വാർത്തയെ നമുക്ക് നൽകേണ്ടി വന്നത് ഇത്തരത്തിൽ ദേവസ്വം ബോർഡിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് ഇത്തരത്തിൽ ഭക്തൻ വരുന്നു, 18,000 തേങ്ങ കൊണ്ടുവരുന്നു, ഒരുമിച്ച് അഭിഷേകം ചെയ്യുമെന്ന് പറയുന്നത് സ്വാഭാവികമായും അതൊരു കൗതുക വാർത്ത തന്നെയാണ്. ദേവസ്വം ബോർഡിനും അതൊരു പുതിയ അനുഭവം തന്നെയായിരുന്നു. പക്ഷേ അവിടെ ഇത്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇത്രയധികം തിരക്കുള്ള സമയത്ത് എങ്ങനെയാണ് ഈ ഒരാൾക്ക് വേണ്ടി മാത്രം ഇത്രയധികം സമയം മാറ്റിവെക്കാൻ കഴിയുക? അങ്ങനെ ആ സമയം ക്യൂവിൽ നിന്ന് ഇരുമുടിക്കെട്ടുമായി തലയിൽ ഇരുമുടിക്കെട്ട് ചുമന്ന് മല ചവിട്ടി നെയ്ത്തേങ്ങ തലയിൽ ചുമന്നുകൊണ്ട് 18-ാം പടി ചവിട്ടി ദർശനം നടത്താൻ വന്ന അയ്യപ്പ ഭക്തർക്ക് അവർക്ക് അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ 18,000 തേങ്ങ എപ്പോഴാണ് അഭിഷേകം ചെയ്തത്? അങ്ങനെ ചെയ്തെങ്കിൽ ഈ ആളുകളിലൊക്കെ അവസരം നഷ്ടപ്പെട്ടില്ലേ? ഇതിനപ്പുറത്തേക്ക് ആചാരപരമായി ഇങ്ങനെ കഴിയുമോ? ഇരുമുടിക്കെട്ടിലല്ലാതെ കൊണ്ടുവരുന്ന തേങ്ങ അഭിഷേകം ചെയ്യാൻ കഴിയുമോ? സ്വാഭാവികമായും ഒരുപക്ഷെ അതിനൊരു മറുപടിയൊക്കെ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ അത്തരം സാധ്യതകൾ ഉണ്ടാകാം. പക്ഷേ അതൊരു സ്വാഭാവിക സംശയമാണത്. അതിനുകൂടി ദേവസ്വം ബോർഡ് അധികൃതർ മറുപടി പറയേണ്ടി വരും. ഇത്തരത്തിൽ ഇടനിലക്കാർക്ക്, സ്വാധീനമുള്ളവർക്ക്, പണമുള്ളവർക്ക് ശബരിമലയിൽ എന്തുമാകാം എന്നൊരു തെളിവായി കൂടി ഇതിനെ കാണേണ്ടി വരും. ഒരു ഭക്തനാണെങ്കിൽ സ്വാഭാവിക ഭക്തനോട് വരണം. ഇത് ഭക്തനല്ല വന്നത്, ഭക്തൻ അയാളുടെ ഇടനിലക്കാരനെയാണ് വിട്ടത്. ശബരിമല വലിയ സ്വാധീനമുള്ള ഒരു ഇടനിലക്കാരനെ അയ്യപ്പനെ കാണാൻ, അയ്യപ്പനെ ദർശിക്കാൻ, പൂജകൾ നടത്താൻ ഇടനിലക്കാർക്ക് അവിടെ വേണ്ടുവോളം അവസരവും അധികാരവും ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന ഒരു തെളിവായി കൂടി വാർത്ത മാറുമെന്ന് ഉറപ്പാണ്. ഇതിനു കൂടി ദേവസ്വം ബോർഡ് മറുപടി പറയേണ്ടി വരും. ഇത് മാത്രമല്ല, നിരവധി സ്പോൺസർഷിപ്പുകൾ ഈ ഉണ്ണികൃഷ്ണൻ നടത്തിയിട്ടുണ്ട്. പാണ്ഡിത്താവളത്തിൽ സാധാരണഗതിയിൽ മകരവിളക്ക് ദിവസം പമ്പയിലും സന്നിധാനത്തുമൊക്കെ അന്നദാനം നടക്കാറുണ്ട്. പക്ഷെ പാണ്ഡിത്താവളത്തിൽ അത്തരം അന്നദാനങ്ങൾ നടക്കാറില്ല. കഴിഞ്ഞ വർഷം നമുക്ക് ലഭിക്കുന്ന ശരിയാണ്, കഴിഞ്ഞ മകരവിളക്കിന് അത്തരത്തിൽ പാണ്ഡിത്താവളത്തിലും 10,000-ഓളം പേർക്ക് അന്നദാനം നടത്തിയിരുന്നു. അതും ഉണ്ണികൃഷ്ണനാണ് നടത്തിയത്. ഒരു ശബരിമലയെ ബന്ധപ്പെട്ട ഒരു ദേവസ്വം ബോർഡ് ബന്ധപ്പെട്ട വിവാദത്തിൽ ഒരു മോഷണ കേസിൽ ആ കേസിലേക്ക് എത്തിച്ച ഏറ്റുമാനൂർ വിഗ്രഹമോഷണ കേസിൽ ആ പ്രതിയിലേക്ക് എത്തിക്കാൻ സഹായിച്ച ഒരു പെൺകുട്ടിയുടെ വാർത്ത നമ്മൾ പലപ്പോഴും വാർത്ത കേട്ടിട്ടുണ്ട്, നമ്മൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ആ സ്ത്രീക്ക് വീട് വെച്ച് നൽകാൻ ദേവസ്വം ബോർഡിന് സ്പോൺസർഷിപ്പ് നൽകിയ പ്രധാനി ഉണ്ണികൃഷ്ണനായിരുന്നു. അത് 2016 പിണറായി സർക്കാരിന്റെ കാലത്തായിരുന്നു. അന്ന് പത്മകുമാറായിരുന്നു പ്രസിഡന്റ്. ദേവസ്വം ബോർഡ് അവർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന് പത്മകുമാർ പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് ആ വീട് വെച്ച് നൽകിയ പ്രധാന സ്പോൺസറായത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഈ പണമൊക്കെ അയാൾ തന്നെ നൽകിയതാണെങ്കിൽ സ്വാഭാവികമായി തെറ്റു പറയാൻ കഴിയില്ല. അല്ല, ഇതുപോലെ ഇപ്പോൾ ഇയാൾക്കെതിരെ വരുന്ന ആരോപണങ്ങൾ പോലെ ഇയാൾ പല അയ്യപ്പ ഭക്തരിൽ നിന്ന്, പല വ്യവസായികളിൽ നിന്ന് പിരിവെടുത്ത് നടത്തിയതാണെങ്കിൽ അതിന്റെ സുതാര്യത കൂടി സ്വാഭാവികമായി ചോദ്യം ചെയ്യപ്പെടും. എവിടെ നിന്നാണ് ഇയാൾക്കെതിരുള്ള വരുമാനം, ആരിൽ നിന്നൊക്കെയാണ് പണം വാങ്ങിയത്? അങ്ങനെ അയ്യപ്പ ഭക്തരിൽ നിന്ന് ഇടനിലക്കാരായി നിന്നുകൊണ്ട് സംഭാവനകൾ പിരിക്കാൻ, പണം പിരിക്കാൻ, അയ്യപ്പ ഭക്തരുടെ നിവേദ്യങ്ങൾ, അവരുടെ വഴിപാടുകൾ നടത്താൻ ഇടനിലക്കാരായി നിൽക്കാൻ ഇയാൾക്ക് ആരാണ് അധികാരം നൽകിയത്? ദേവസ്വം ബോർഡ് എങ്ങനെയാണ് ഇയാൾ ഇതിനൊക്കെ അനുവദിച്ചത് എന്നതിന് കൂടി ദേവസ്വം ബോർഡ് മറുപടി പറയേണ്ടി വരും. തീർച്ചയായും, അതായത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഒട്ടേറെ സംശയങ്ങൾ ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഒപ്പം പ്രേക്ഷകരോട് വളരെ കൃത്യമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, ശബരിമലയിലേക്ക് പലപ്പോഴും ഈ നെയ്ത്തേങ്ങയുമായി മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ശബരിമലയിലേക്ക് ഇരുമുടിക്കെട്ടിൽ നെയ്ത്തേങ്ങയുമായി നിരവധി ഭക്തർ എത്താറുണ്ട്. ഇപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി ശബരിമലയ്ക്ക് പോകുമ്പോൾ ഒരു പക്ഷേ അവിടെ നിന്ന് പ്രായമായ ആളുകൾ, ശബരിമലയ്ക്ക് പോകാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയൊക്കെ നെയ്ത്തേങ്ങ നിറച്ച് അങ്ങനെ ഭക്തർ കൊണ്ടുവരാറുണ്ട്. ആരുടെ പേരിൽ വേണമെങ്കിലും ഒക്കെ വഴിപാട് കഴിക്കാറുണ്ട്. നേരത്തെ മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ അവിടെ വഴിപാട് കഴിപ്പിച്ചതൊക്കെ വലിയ വാർത്തയായി വന്നതാണ്. അതെല്ലാം നിലനിൽക്കെ തന്നെയാണ് ഞങ്ങൾ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഒരു പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു ഭക്തന് വേണ്ടി മറ്റൊരാൾക്ക് ഇരുമുടിക്കെട്ടിൽ ശബരിമലയിലേക്ക് ഇത്തരം നെയ്ത്തേങ്ങകൾ എത്തിക്കാം. പലപ്പോഴും 100-ൽ-അധികവും നെയ്ത്തേങ്ങകളുമായി ഇരുമുടിക്കെട്ട് ചുമന്നുകൊണ്ടുവരുന്ന ചില ഭക്തരുടെ വാർത്തയൊക്കെ പ്രേക്ഷകർ കണ്ടിട്ടുള്ളതുമാണ്. പക്ഷേ ഇവിടെ ഉയരുന്ന സംശയം എന്നത് ഈ ഇടനില നിൽക്കുന്ന ഒരാൾ, അതായത് ശബരിമലയിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഏത് തരത്തിലുമുള്ള പൂജകൾ, കർമ്മങ്ങൾ ഒക്കെ നടത്താൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെ സാധിച്ചു? അതാണ് ഈ വാർത്തയുടെ വളരെ പ്രധാനപ്പെട്ട കാമ്പ്. അതിനപ്പുറത്തേക്ക് ഇത്തരം വഴിപാടുകളൊക്കെ ആർക്കും നടത്താം. ഇതുപോലെ 10,000 തേങ്ങയോ അല്ലെങ്കിൽ അതൊക്കെ ഒരു പക്ഷേ വിശ്വാസത്തിൻ്റെ പുറത്തിൽ ആരെങ്കിലും നടത്തുന്നുവെങ്കിൽ അതിനെയല്ല ഈ വാർത്തയിലൂടെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. മറിച്ച്
ശബരിമല പോലെ വേറെ തിരക്കുള്ള ക്ഷേത്രം, അവിടെ സാധാരണക്കാരായ ഭക്തരടക്കം എത്തുന്ന ക്ഷേത്രമാണ്. അവിടെ നെയ്ത്തേങ്ങ അഭിഷേകം ചെയ്താണ് ലഭിക്കാറുള്ളത്. ആചാരപരമായി അത് ഇരുമുടിക്കെട്ടിലൂടെയാണ് കൊണ്ടുവരേണ്ടത് എന്നതാണ് ആചാരം. അത് ആചാരാനുഷ്ഠാനങ്ങളുടെയൊക്കെ ഭാഗമാണ്. അവിടേക്കാണ് ഇത്രയധികം തേങ്ങ എത്തിച്ചത്. അത് സ്വാഭാവികമായും ഒരു യുക്തിക്ക് നിരക്കുന്ന ഒന്നാണ്, അത്രയും തേങ്ങ ഇരുമുടിക്കെട്ടിൻ്റെ എത്തിക്കുക എന്നത്. പക്ഷേ ഒരു സാധാരണക്കാരനായ ആളിന് ഇത്തരത്തിൽ തേങ്ങ അവിടെ എത്തിക്കാൻ പറ്റുമോ? അങ്ങനെ എത്തിച്ചാൽ തന്നെ ഈ പറയുന്നത് പോലെയുള്ള ഒരു സ്വീകാര്യത അവിടെ നിന്ന് ലഭിക്കുമോ? ആചാരത്തിൻ്റെ പേരിലെങ്കിലും അതിനെ തള്ളിപ്പറയുമോ? ഇവിടെ അരുൺ സൂചിപ്പിക്കുന്ന മറ്റൊന്ന്, പല വഴിപാടുകളും ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ അവിടെ നടക്കാറുണ്ട്. ചില വഴിപാടുകളൊക്കെ അവിടുത്തെ ആചാരത്തിൻ്റെ പോലും ഭാഗമാണോ എന്ന് സംശയിക്കുന്ന തരത്തിലായിരുന്നു എന്ന റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വരുന്നുണ്ടല്ലോ. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നത് ഭക്തരായ ആളുകളെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ? അവരിൽ നിന്ന് ഈ ശബരിമലയുടെ പേരിൽ കൂടുതൽ പണം കൈപ്പറ്റിയിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങളൊക്കെയാണല്ലോ കൂടുതലായി ഇനിയും പുറത്തേക്ക് വരേണ്ടത്. അരുൺ, തീർച്ചയായിട്ടും അഭിലാഷ് ശബരിമലയുടെ സ്പോൺസർ എന്ന് പറയുമ്പോൾ അഭിലാഷ് സ്പോൺസർ ആണെങ്കിൽ അഭിലാഷിന്റെ കയ്യിലുള്ള പണം കൊണ്ട്, തുക കൊണ്ട് അവിടെ എന്തും സ്പോൺസർ ചെയ്യാം സ്വാഭാവികമായിട്ടും. അതിനപ്പുറത്തേക്ക് മറ്റു പല ആളുകളിൽ നിന്ന് സ്പോൺസർ എന്ന പേരിൽ അഭിലാഷ് ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക രേഖകളിൽ സ്പോൺസർ ആവുകയും പല ആളുകളിൽ നിന്ന് പണം പിരിച്ച ശേഷം അത് അവിടെ എത്തിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു ഇടനിലക്കാരന്റെ റോളിലേക്ക് ആ സ്പോൺസർ മാറുന്നത്. അതാണ് ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് വ്യക്തമാണ്. ഇനി അറിയേണ്ടത് ഈ സ്പോൺസർമാരിൽ നിന്ന് പിരിച്ച തുക അതേപടി ദേവസ്വം ബോർഡിലേക്ക് എത്തുകയാണ്, അല്ലെങ്കിൽ ശബരിമല കാര്യങ്ങൾ ചിലവഴിക്കുകയാണോ, അല്ലെങ്കിൽ അവിടെ ഏത് തരത്തിലുള്ള കള്ളക്കളികൾ 10,000 പിരിച്ചിട്ട് 1000 കൊടുക്കുകയും അങ്ങനെയുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്ന കാര്യമാണ് അറിയേണ്ടത്. അങ്ങനെ സംശയം ഇപ്പോൾ ദേവസ്വം ബോർഡിനുണ്ട്, ദേവസ്വം വിജിലൻസിലുണ്ട്. അതുകൊണ്ട് കൂടിയാണ് അയാളെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത്. ഏതായാലും വലിയ തുക സംഭാവന എത്തുന്ന ആളുകൾക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും സ്വാഭാവികം വലിയ പരിഗണന കിട്ടുന്നത് പതിവാണ്. പക്ഷെ അവിടെയും അങ്ങനെ വരുമ്പോഴും സാധാരണക്കാരന് അവിടെ അവരുടെ ദർശനത്തിലുള്ള സമയം നഷ്ടപ്പെടുന്നു, അവരുടെ അഭിഷേകത്തിനുള്ള സമയം നഷ്ടപ്പെടുന്നു. ഇത്തരത്തിൽ ആചാരപരമായി അതിൽ തെറ്റുണ്ടെങ്കിൽ അതും പ്രശ്നമാണ്. അത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടേണ്ടത്. മാത്രവുമല്ല, അവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിൽ ഇടനില നിന്ന് ഇതിൽ പണം തട്ടിയിട്ടുന്ന കാര്യത്തിൽ കൂടിയാണ് സംശയങ്ങൾ ഉയർന്നത്. അത്തരം സംശയങ്ങൾ ദേവസ്വം ബോർഡിനുണ്ട്. ഇത് മാത്രമല്ല, പല സ്പോൺസർഷിപ്പുകളിലും അയാൾ പല കാര്യങ്ങളിലും സ്പോൺസർഷിപ്പ് ചെയ്തിട്ട് വലിയൊരു സ്പോൺസർഷിപ്പ് നടത്തിയിട്ടുണ്ട്. ആ സ്പോൺസർഷിപ്പുകളിലൊക്കെ ഇതിനപ്പുറത്തേക്കുള്ള സാമ്പത്തിക ക്രമക്കേടുണ്ടോ എന്ന കാര്യം കൂടിയാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുന്നത്. കോടതിയുടെ അന്വേഷണത്തിലുമൊക്കെ ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ വന്നേക്കാം. ഇയാൾ നാളെ ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവിക ഇത്തരം കാര്യങ്ങൾ പുറത്തുവരും. ബംഗളൂരുവിൽ നിന്നൊക്കെ പുറത്തുവന്ന വാർത്തകൾ ശബരിമലയിലെ ശ്രീകോവിലിന്റെ ഭാഗം, വാതിലിന്റെ ഭാഗമെന്ന് പറഞ്ഞ സ്വർണ്ണപ്പാളികൾ പോലും ബംഗളൂരുവിൽ ഇയാൾ ശാന്തിയായി ജോലി ചെയ്തിരുന്ന ഒരു ക്ഷേത്രത്തിൽ പ്രദർശിപ്പിച്ചു എന്നുള്ള വാർത്തകൾ പോലും ഇന്നലെ അവിടെ നിന്ന് പുറത്തു വന്നിരുന്നു. അത്തരത്തിൽ ശബരിമലയിലെ എല്ലാം പുറത്തേക്ക് കൊണ്ടുപോകാൻ, അത് ഈ സ്വർണ്ണപ്പാളിയായാലും അല്ലെങ്കിൽ ദ്വാരപാലക ശില്പത്തിന്റെ ചെമ്പ് പാളി എന്ന് പറയുന്ന ആ പാളിയായാലും ഒക്കെ ഇയാൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്, ദുർവിനിയോഗം ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായ ഒരു സ്പോൺസർക്ക് ശബരിമല നിയമങ്ങൾ അത് അനുവദിക്കില്ല നമുക്ക് ആദ്യഘട്ടത്തിൽ മനസ്സിലാകുന്നത്. പക്ഷേ അങ്ങനെയല്ല, നേരത്തെയും പുറത്തു കൊണ്ടുപോയി ഇതൊക്കെ സ്വർണം പ്ലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കുടിമരത്തിന്റെ ഭാഗം തന്നെ പുറത്തു കൊണ്ടുപോയി ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോകുമ്പോഴും അത് വളരെ ശുദ്ധിയോടുകൂടി വൃത്തിയോടുകൂടി കൊണ്ടുപോകുന്നത് തന്നെയാണ് ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ. അതിനപ്പുറത്തേക്ക് ഇയാൾ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിൽ ആളുകളെ കാണിക്കുകയും അവിടെ ദർശനത്തിന് അവർക്ക് അത് കാണാനുള്ള അവസരം നൽകുകയൊക്കെ ചെയ്തു തരുന്ന വാർത്തകൾ വരുമ്പോൾ അതീവ ഗുരുതരം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലുകൾ. അതീവ ദുരൂഹം തന്നെയാണ് ഇയാളുടെ ഡീലിംഗുകൾ എന്ന് പറയേണ്ടി വരും. തീർച്ചയായും എന്തായാലും ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് സജീവമാകുന്നത്. അതിന് പിന്നാലെ ഇതാ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുള്ള ഇടനില, ആ പ്രവൃത്തികളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വരുമ്പോൾ 2022 ജനുവരി 1 ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുണ്ട്. ആ വാർത്തയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ആണ് ഇപ്പോൾ ഉയരുന്നത്. അന്ന് ഭക്തൻ സമർപ്പിച്ചത് എന്ന നിലയിലായിരുന്നു 10,000-അധികം തേങ്ങകൾ, അതും നെയ്ത്തേങ്ങകൾ ശബരിമലയിലേക്ക് എത്തിച്ചത്. എന്നാൽ അതടക്കം ഇടനിലയുടെ ഭാഗമായി എത്തിച്ചതാണോ, അത് ഒരു തട്ടിപ്പിന്റെ ഭാഗമായിരുന്നോ എന്ന സംശയമൊക്കെയാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. അതേസമയം ഇതേ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിജിലൻസ് ഉടൻ ചോദ്യം ചെയ്യും. ബാംഗ്ലൂരുവിലും മറ്റിടങ്ങളിലും ഉണ്ണികൃഷ്ണൻ പിരിവ് നടത്തിയെന്ന നിഗമനത്തിൽ ആണ് അന്വേഷണ സംഘം. മങ്ങിയ പാളികൾ വീണ്ടും സ്വർണം പൂശുന്നതിനും അന്നദാനത്തിനായി പിരിവ് നടത്തിയെന്നുമാണ് കരുതുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും ഉണ്ണികൃഷ്ണന് എതിരെ രംഗത്ത് എത്തിയിരുന്നു. വിജയ് മല്യ നേരത്തെ ശബരിമലയിൽ സ്വർണം പൂശിയ പാളികൾ നവീകരിക്കാനായി ഉണ്ണികൃഷ്ണൻ കൊണ്ടുപോവുകയായിരുന്നു. കമ്പനി നിയമം അനുസരിച്ച് ഒരിക്കൽ പ്ലേറ്റിംഗ് ചെയ്ത വസ്തു പിന്നീട് എടുക്കില്ല എന്ന് സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശാൻ എത്തിച്ച സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകൻ
KB പത്മകുമാർ. കമ്പനിയുടെ പക്കൽ എത്തിച്ചത് ചെമ്പുപാളികൾ ആണ് എന്നും അതിൽ ഒന്നും പൂശിയിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിൽ വേറെയും പ്ലേറ്റിംഗ് ജോലികൾ ചെയ്തിട്ടുണ്ട് എന്നും പ്രദീപ് കുമാർ പ്രതികരിച്ചു. കമ്പനിയുടെ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് ഒരിക്കൽ എന്തെങ്കിലും പ്ലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പൂശുകയോ എന്തെങ്കിലും കവറിങ്ങോ ചെയ്ത ഒരു ആർട്ടിക്കിൾ കമ്പനി ഗോൾഡ് പ്ലേറ്റിങ്ങിനായിട്ട് സ്വീകരിക്കത്തില്ല. അപ്പോൾ ഒരു ബെയർ ബോഡീഡ് മെറ്റലായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ മാത്രമേ നമ്മൾ എപ്പോഴും ഗോൾഡ് പ്ലേറ്റിങ്ങിന് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് കോപ്പറിലുണ്ടാക്കിയ സാധനമാണെങ്കിൽ അതിൻ്റെ പുറത്തൊന്നും ഉണ്ടാവാൻ പാടില്ല, അതിൻ്റെ പുറത്ത് ഒന്നും പ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആവാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു ബെയർ മെറ്റൽ സാധനമാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. അതാണ് കമ്പനിയുടെ പ്രോട്ടോക്കോള്. അതിന് കമ്പനിക്ക് അതിൻ്റെതായ റീസൺസ് ഉണ്ട്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തേക്കുള്ള ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ അഭിമുഖം ഇന്നും നാളെയുമായി ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടക്കും. ഇതിനിടെ ബോർഡ് യോഗവും ചേരുന്നുണ്ട്. അജണ്ട നിശ്ചയിക്കാതെയാണ് യോഗം ചേരുന്നത്. സ്വർണ്ണപ്പാളി, പീഠം ഉൾപ്പെടെയുള്ള വിവാദങ്ങളെക്കുറിച്ചുള്ള സമഗ്ര അന്വേഷണം ഹൈക്കോടതിയോട് ആവശ്യപ്പെടും. മേൽശാന്തിമാരുടെ അഭിമുഖത്തിനായി ശബരിമല തന്ത്രിയും ബോർഡ് ആസ്ഥാനത്ത് എത്തും. അദ്ദേഹവുമായി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നാണ് സൂചന. ശബരിമല മേൽശാന്തി അഭിമുഖത്തിന് 53 പേരും മാളികപ്പുറം മേൽശാന്തി അഭിമുഖത്തിന് 36 പേരുമാണ് യോഗ്യത നേടിയിട്ടുള്ളത്. മേൽനോട്ടത്തിനായി ഹൈക്കോടതി റിട്ടയേർഡ് ജഡ്ജി ജസ്റ്റിസ് TR രാമചന്ദ്രൻ നായരെ ഹൈക്കോടതി നിരീക്ഷകനായി നിയമിച്ചിട്ടുണ്ട്. ഇടവേള. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കും. എയ്ഡഡ് സ്കൂളിലെ അധ്യാപക നിയമനത്തെ ചൊല്ലി സർക്കാരും കത്തോലിക്ക സഭയും തമ്മിൽ പുതിയ പോർമുഖം തുറക്കുന്നു. ഭിന്നശേഷി ഒഴിവുകളുടെ ലിസ്റ്റ് കൈമാറാത്തതിന്റെ പേരിൽ എയ്ഡഡ് നിയമനങ്ങൾക്ക് സർക്കാർ അംഗീകാരം നൽകുന്നില്ല എന്നാണ് കത്തോലിക്ക സഭ മാനേജ്മെന്റുകളുടെ ആരോപണം. NSS സ്കൂളുകൾക്ക് മാത്രം നിയമന അംഗീകാരം നൽകിയത് പ്രതിഷേധക്കാർ ചോദ്യം ചെയ്യുകയാണ്. 25,000-ഓളം അധ്യാപകർ ആണ് നിയമന അംഗീകാരം കിട്ടാതെ കാത്തിരിക്കുന്നത്. വിഷയം ചൂണ്ടിക്കാട്ടി സർക്കാരിനെതിരെ വലിയ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് കത്തോലിക്ക സഭ മാനേജ്മെന്റ്. എയ്ഡഡ് സ്കൂൾ സ്ഥാപനങ്ങളിലെ നിയമനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി ക്രൈസ്തവ സഭകൾ ചില വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. സമരത്തിലാണവർ. പക്ഷേ സർക്കാർ അതിനോട് അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും സഭകളുടെ നിലപാടിനെ ഫലത്തിൽ തള്ളി പറയുകയാണ്. എന്നാൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് മന്ത്രി V. ശിവൻകുട്ടി പറയുന്നുണ്ട്. എന്നോടൊപ്പം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലാണ് ചേരുന്നത്. ഇന്നലെ ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും ഈ സഭകളുടെ സമര രീതികളെ അടക്കം സംശയത്തോടെയാണ് മന്ത്രി കാണുന്നത്. എങ്ങനെയാണ് അതിനോടുള്ള ഒരു പ്രതികരണം? നമ്മളൊരിക്കലും സമരം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരല്ലല്ലോ. വളരെ സമാധാനപൂർണ്ണമായിട്ട് സർക്കാരിൻ്റെ സേവന മേഖലകളിലൊക്കെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ എന്തുകൊണ്ട് സമരത്തിലേക്ക് പോകാൻ നിർബന്ധിതരാകുന്നു? കുറേ വർഷങ്ങളായിട്ട് ഈ ഭിന്നശേഷി സംവരണത്തിൻ്റെ പേരിൽ ആയിരക്കണക്കിന് അധ്യാപകരുടെ നിയമനങ്ങൾ തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഗവൺമെൻറ്റുമായിട്ട് സംഭാഷണത്തിലാണ്. ഞങ്ങളിപ്പോഴും സംഭാഷണത്തിലാണ്. ഞങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട് ഗവൺമെൻറ് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനമെടുക്കുന്ന വലിയൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും ന്യായമായിട്ടുള്ളത് എന്താണ്? ഭിന്നശേഷിക്കാർക്ക് 4% സംവരണം കൊടുക്കാം. അതിനു വേണ്ടിയിട്ട് നിയമനങ്ങൾ ഒഴിച്ചിടാമെന്ന് ഞങ്ങൾ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തു, ഗവൺമെൻറ്റിൻ്റെ സത്യവാങ്മൂലം കൊടുത്തു. അങ്ങനെ സത്യവാങ്മൂലം കൊടുത്ത് ഈ നിയമനങ്ങൾ ഈ പോസ്റ്റുകൾ ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ മറ്റ് ആൾക്കാരുടെ നിയമനങ്ങൾ അംഗീകരിക്കുക. ഇത് ഏറ്റവും ന്യായമായ ഒരു ആവശ്യമാണ്. ഇതേ ആവശ്യമായിട്ടാണ് NSS സുപ്രീം കോടതിയെ സമീപിച്ചതും അവർക്ക് അനുകൂലമായ ഒരു വിധി ലഭിച്ചതും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളും ആ ഒരു വിധിയുടെ ആനുകൂല്യം ഞങ്ങൾക്കും ലഭിക്കണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയും അനുകൂലമായിട്ട് വിധിച്ചു. ഇപ്പോൾ സർക്കാർ പറയുന്നത് അഡ്വക്കേറ്റ് ജനറൽ അവർക്ക് ഉപദേശം കൊടുത്തിരിക്കുന്നു.
അതായത് ഇത് കൊടുത്തില്ലെങ്കിലും ഇത് NSSന് മാത്രമുള്ള വിധിയാണ്, അതുകൊണ്ട് ക്രൈസ്തവ മാനേജ്മെന്റുകളിലെയോ മറ്റു മാനേജ്മെന്റുകളിലെയോ അധ്യാപകർക്ക് നൽകിയില്ലെങ്കിലും കോടതി അലക്ഷ്യമില്ല. കോടതി അലക്ഷ്യമില്ല എന്ന് അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ ഇവരുടെ നിയമനങ്ങൾ അംഗീകരിക്കരുത് എന്ന് അർത്ഥമില്ലല്ലോ. സുപ്രീം കോടതി ഫലത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ് ഇവർക്ക് ഈ ഭിന്നശേഷി നിയമനത്തിന്റെ പേരിൽ ഭിന്നശേഷിക്കാർക്കുള്ള പോസ്റ്റുകൾ ഒഴിച്ചിട്ടിട്ട് മറ്റു പോസ്റ്റുകൾ അംഗീകരിച്ചു കൊടുക്കാൻ സുപ്രീം കോടതി ഫലത്തിൽ അംഗീകരിച്ചു കഴിഞ്ഞു. അതിന്റെ ആനുകൂല്യം നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ പറയുന്നു നമ്മൾ സത്യവാങ്മൂലം കൊടുത്തിട്ടില്ല. അതെങ്ങനെയാണ് മന്ത്രിക്ക് അത് പറയാൻ സാധിക്കുക? പിന്നെ ക്രൈസ്തവ മാനേജ്മെന്റുകൾ ഭിന്നശേഷിക്കാരുടെ നിയമനത്തെ തടസ്സപ്പെടുത്തുന്നു, അതെങ്ങനെയാണ് അദ്ദേഹത്തിന് പറയാൻ സാധിക്കുക? കാരണം ഞങ്ങൾ ഈ പോസ്റ്റുകളെല്ലാം ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഗവൺമെന്റ് പരിശ്രമിച്ചിട്ടും, കാരണം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് 2022 ശേഷം നിയമനങ്ങൾ നടത്തേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് സർക്കാരിന് പല പ്രാവശ്യം പരസ്യം കൊടുത്തിട്ടും ആവശ്യത്തിന് ഉദ്യോഗാർത്ഥികളെ കിട്ടുന്നില്ല. ആ സാഹചര്യത്തിൽ ഇതിങ്ങനെ നീണ്ടു പോവുകയാണ്. നിയമലംഘനം അനുവദിക്കാൻ കഴിയില്ല എന്നാണ് ചർച്ചകളൊക്കെ ആകാം, പക്ഷെ നിയമലംഘനം അനുവദിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ സഭകളുടെ നിലപാട് ഫലത്തിൽ നിയമലംഘനത്തിന് പ്രേരിപ്പിക്കുന്നതാണ് എന്നതാണ് അതിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കേണ്ടത്. അതെ, ഞങ്ങൾക്ക് സങ്കടകരം ഇതാണ്, ഇങ്ങനെ ധ്വനിപ്പിക്കുന്ന ചില പ്രസ്താവനകൾ അവിടെ നിന്നുണ്ടാകുന്നു. അതായത് ക്രൈസ്തവ മാനേജ്മെന്റുകൾ നിയമലംഘനമാണ് ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ നിയമലംഘനമല്ല ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ കോടതിയിൽ പോയി ന്യായമായ രീതിയിൽ ഞങ്ങൾ വിധി സമ്പാദിച്ചിട്ടാണ് ഗവൺമെന്റിന്റെ അടുത്ത് ചെല്ലുന്നത്. അതൊരിക്കലും നിയമവിധേയമായിട്ട് പ്രവർത്തിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചത്. സുപ്രീം കോടതിയുടെ വിധിയിൽ NSSന്റെ ബാക്കി എല്ലാ നിയമനങ്ങളും അംഗീകരിക്കാമെങ്കിൽ തീർച്ചയായിട്ടും മറ്റു മാനേജ്മെന്റുകളെ അംഗീകരിക്കാമല്ലോ. അതെങ്ങനെയാണ് നിയമലംഘനമാകുന്നത്? നിയമവിധേയമായിട്ട് പ്രവർത്തിക്കുകയല്ലേ. ഈ സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അതിനെതിരെ പ്രതിഷേധം നടത്തുന്നവരാണ് ഈ സമരത്തിന് പിന്നിൽ എന്നുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഫലത്തിലൊരു കടന്നാക്രമണം ക്രൈസ്തവ സഭകൾക്ക് നേരെ നടത്തുന്നുണ്ട് മന്ത്രി ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ. അതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നറിയത്തില്ല. ഏതായാലും ഞങ്ങളേതായാലും അങ്ങനെ കൊച്ചു കാര്യങ്ങൾക്കെല്ലാം സമരത്തിന് ഇറങ്ങുന്ന ആൾക്കാരല്ല. ഞങ്ങൾ അടിസ്ഥാനപരമായി ഈ സമൂഹത്തിന്റെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സമരത്തിന് ഇറങ്ങിയിട്ടുള്ളത്. അത് മലയോരത്തെ വന്യമൃഗ ശല്യമാണെങ്കിലും അതുപോലെ കുട്ടനാടിന്റെ പ്രശ്നങ്ങളാണെങ്കിലും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉന്നയിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങൾ സമരത്തിനായിട്ട് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ ഒരു നിലപാട് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ മാത്രമേ, എനിക്ക് തോന്നുന്നില്ല അത് സർക്കാരിന്റെ നിലപാട് പോലും ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു നിലപാടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കത്തോലിക്ക കോൺഗ്രസ് ഈ വിഷയത്തിൽ തന്നെ പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിൽ കാണുന്നത്, ഇപ്പോൾ ഒരു സമുദായത്തിന്റെ ആവശ്യങ്ങൾക്കൊപ്പം സർക്കാർ ഫലത്തിൽ നിൽക്കുന്നു, ഇപ്പുറത്ത് അങ്ങനെയല്ല, അങ്ങനെ ഒരു ഫീലുണ്ട്, ഒരു വികാരമുണ്ട്. കാരണം ഒരു ഇപ്പൊ NSSന്റെ കാര്യത്തിലാണ് ഫലത്തിൽ സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടി വരും. നമ്മൾ ഏത് സർക്കാരാണെങ്കിലും ജനാധിപത്യ സർക്കാർ, അവർ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് അവർ പരിശ്രമിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഒരു സമത്വത്തിന്റെ രീതിയിൽ പോകണം. എല്ലാവർക്കും ഒരേ അവകാശങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം നൽകാൻ ഉള്ള ഒരു മനസ്സുണ്ടാവണം. അത് പതിവായിട്ടത് ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ ഉണ്ടാവാം. ഭൂരിപക്ഷ വോട്ടുകൾ പിടിക്കാൻ പല തന്ത്രങ്ങളും സർക്കാർ പയറ്റുന്നു എന്ന് പറയുന്ന കാലത്താണ് ഈ ഒരു ഇഷ്യൂ കൂടി താരതമ്യം ചെയ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ ഭൂരിപക്ഷ വോട്ടുകൾ അവർ പിടിക്കുന്നതുകൊണ്ട് നമുക്ക് ആർക്കും എതിർപ്പില്ല. പക്ഷെ അതിനുവേണ്ടി ന്യൂനപക്ഷങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റ് നമ്മളുടെ ന്യായമായ അവകാശങ്ങളെ കവർന്നെടുക്കേണ്ടതുണ്ടോ, അതിന് അവർ തയ്യാറാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരള ജനത വിദ്യാഭ്യാസമുള്ള ജനതയാണ്. അവർക്കിത് മുഴുവൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമല്ലോ. ഇപ്പൊ രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടിയിട്ട് അവരിത് ചെയ്യും. അതിന്റെ പേരിൽ ഇത്രയും 17,000-ഓളം അധ്യാപകരുടെ ഭാവി വെച്ച് അവര് പന്താടുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അത് ഈ കേരള കോൺഗ്രസുകൾ സർക്കാരിലുണ്ട്, ഫലത്തിൽ അവരുടെ ഒരു പ്രതിനിധി സംഘം കണ്ട ശേഷമാണ് ഇങ്ങനൊരു പ്രതികരണം വരുന്നതുകൊണ്ട് എന്നതുകൊണ്ടുകൂടി ചോദിക്കുകയാണ്, സർക്കാരിനൊരു ഈ സഭകൾക്ക് പവർ പൊളിറ്റിക്സിൽ സർക്കാരിലുള്ളൊരു സ്വാധീനശേഷി കുറഞ്ഞതായി തോന്നുന്നുണ്ടോ? പവർ പൊളിറ്റിക്സിന്റെ ഭാഗമാകാൻ സഭകൾ ആഗ്രഹിച്ചിട്ടില്ലല്ലോ. തീർച്ചയായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് സഭയ്ക്കുള്ളിലെ പ്രത്യേകിച്ച് അധ്യാപകർ നേരിടുന്ന വലിയ വിഷയം തന്നെയാണ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ഇത്തരം പ്രതികരണങ്ങൾ നടത്തുമ്പോഴും മുഖ്യമന്ത്രിയിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. കേരള കോൺഗ്രസ് ഉൾപ്പെടെ നടത്തിയ ഇടപെടലിനെയും അദ്ദേഹം പ്രതീക്ഷയോടെ കാണുകയാണ്. എന്തായാലും സർക്കാരിന്റെ തുടർ നീക്കങ്ങൾ, ചർച്ചകൾ ഇനി എങ്ങനെയുണ്ടാകും എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് കാണാം. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം.
ചങ്ങനാശ്ശേരി അതിരൂപത ബിഷപ്പിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അതേസമയം NSS സുപ്രീം കോടതിയിൽ നിന്ന് നേടിയ വിധിയാണ് എന്നും ഇത് മറ്റുള്ളവർക്ക് ബാധകമല്ല എന്നുമാണ് സർക്കാർ നിലപാട്. സർക്കാരിനെതിരെ സമരത്തിന് ഇറങ്ങുന്നവർക്ക് രാഷ്ട്രീയ താൽപര്യമാണ് എന്നും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറയുന്നു. ഈ സമരം അത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സമരമാണ്. LDFന് വിരുദ്ധമായിട്ട് എക്കാലത്തും നിലപാട് സ്വീകരിച്ചിട്ടുള്ള കുറെ ആൾക്കാരാണ് സമരമായി രംഗത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ രാഷ്ട്രീയപരമായി ഈ വിഷയത്തെ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ മുന്നിലൊന്നും ഗവൺമെന്റ് കീഴടങ്ങുന്ന പ്രശ്നമേ ഇല്ല. അത് വെച്ചിട്ടൊന്നും മതവും ജാതിയും അതുപോലുള്ള കാര്യങ്ങൾ വെച്ചിട്ടൊന്നും വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം വിരട്ടാൻ നോക്കണ്ട. ചിലപ്പോൾ വിമോചന സമരം നടത്താനൊക്കെ അന്ന് സാധിച്ചെന്നിട്ടുണ്ടാകാം. അതിന്ന് പ്രയാസമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സർക്കാർ NSSനെ മാത്രം സഹായിക്കുന്നു എന്ന നിലപാടെടുത്തു എന്ന് ക്രൈസ്തവ മാനേജ്മെന്റുകൾ ആരോപിക്കുന്നത് പുതിയ സാഹചര്യത്തിൽ വലിയ ചർച്ചയാവുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മാനേജ്മെന്റുകളെ അനുനയിപ്പിക്കാനുള്ള നീക്കവും സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് ഈ തർക്കത്തിന് പിന്നിൽ? മാനേജ്മെന്റുകളുടെ വാദം എന്താണ്? സർക്കാർ നിലപാടെന്താണ് എന്നുകൂടി പരിശോധിക്കാം. എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിൽ 4% ഭിന്നശേഷി സംവരണം 2018 നവംബർ 11 മുതൽ മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കണമെന്ന് കോടതി ഉത്തരവുണ്ടായിരുന്നു. എന്നാൽ കേരളത്തിലുടനീളം നിരവധി ഭിന്നശേഷി ഒഴിവുകൾ നികത്താതെ വന്നതോടെയാണ് ഭിന്നശേഷി നിയമനം നടത്താതെ മറ്റ് നിയമനങ്ങൾ അംഗീകരിക്കില്ലെന്ന് സർക്കാർ നിലപാടെടുക്കുകയും പ്രശ്നങ്ങൾ ആരംഭിക്കുകയും ചെയ്തത്. ഇതിനെതിരെ NSS സുപ്രീം കോടതിയെ സമീപിച്ചു. പ്രധാനമായും ഭിന്നശേഷി ഒഴിവുകൾ നികത്താൻ തക്ക ഉദ്യോഗാർത്ഥികളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതായിരുന്നു NSS കോടതിയെ ധരിപ്പിച്ച വിഷയം. ഭിന്നശേഷി നിയമനം ഒഴികെയുള്ള മറ്റ് നിയമനങ്ങൾ റെഗുലറൈസ് ചെയ്തു നൽകാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. ഇത് സർക്കാർ പെട്ടെന്ന് നടപ്പാക്കുകയും ചെയ്തു. ഇത് ചൂണ്ടിക്കാട്ടി ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ ഹൈക്കോടതിയെ സമീപിച്ചു. 4 മാസത്തിനകം തീരുമാനമെടുക്കാൻ സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. സർക്കാർ നിയമോപദേശം തേടി. ഇതുപ്രകാരം NSSന്റെ കാര്യത്തിലാണ് സുപ്രീം കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. എന്നാൽ അതൊരു പൊതുവായ വിധിയല്ല എന്നാണ് അഡ്വക്കേറ്റ് ജനറൽ സർക്കാരിനെ അറിയിച്ചത്. ഇതനുസരിച്ച് സർക്കാർ ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു. ഇതാണ് പ്രധാനപ്പെട്ട തർക്ക വിഷയം. NSS നേരിട്ട അതേ പ്രതിസന്ധിയാണ് മറ്റു മാനേജ്മെന്റുകൾ നേരിട്ടത്. ഒഴിവുകളിലേക്കുള്ള ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളെ കണ്ടെത്താൻ കഴിയുന്നില്ല. ഇത് കാരണം മറ്റൊഴിവുകളിലേക്കുള്ള നിയമനങ്ങൾ സർക്കാർ അംഗീകാരം നൽകുന്നുമില്ല. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നുള്ള ആളുകളുടെ പട്ടിക ലഭിക്കുന്നില്ല എന്നും മാനേജ്മെന്റുകൾ പറയുന്നു. തുടർന്ന് മാനേജ്മെന്റുകളുടെ ഈ ആശങ്കകൾ പരിഹരിക്കാൻ മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ തേടുകയുണ്ടായി. അതിന്റെ ഭാഗമായാണ് ജില്ലാ സംസ്ഥാനതല സമിതികൾക്ക് രൂപം നൽകിയിട്ടുള്ളത്. നികത്താൻ കഴിയാത്ത ഭിന്നശേഷി ഒഴിവുകൾ ഈ കമ്മിറ്റികളെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാനടക്കം നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ 5000-ലധികം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യേണ്ട സ്ഥാനത്ത് വെറും 1500 ഒഴിവുകൾ മാത്രമാണ് മാനേജ്മെന്റുകൾ റിപ്പോർട്ട് ചെയ്തതെന്നാണ് സർക്കാർ വിശദീകരണം. ഈ സാഹചര്യത്തിലാണ് മതവും ജാതിയും കാട്ടി വിരട്ടാൻ നോക്കണ്ട എന്ന നിലപാട് മന്ത്രി ശിവൻകുട്ടി എടുത്തത്. എയ്ഡഡ് മാനേജ്മെന്റുകൾക്ക് വേണ്ടി സർക്കാരിന് ഉത്തരവിറക്കാൻ കഴിയില്ല. പകരം അവർ കോടതിയിൽ പോയി അനുകൂല വിധി നേടുകയാണെങ്കിൽ അതനുസരിച്ച് മറ്റ് നടപടികൾ എടുക്കാൻ വകുപ്പ് തയ്യാറാണെന്നും മന്ത്രി നിലപാട് അറിയിച്ചു. മാനേജ്മെന്റുകൾക്ക് തങ്ങളുടെ ആശങ്ക സമിതിക്ക് മുൻപാകെ ഇനിയും സമർപ്പിക്കാൻ അവസരമുണ്ടായിരിക്കുമെന്നും 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്നാണ് സർക്കാർ പ്രതീക്ഷ. ഇത് ലഭിച്ചാലുടൻ പ്രശ്നപരിഹാരത്തിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും സർക്കാർ വാദം. ഈ വിഷയത്തിൽ ന്യൂസ് 18 വിശദമായ വാർത്തയും ചർച്ചയും വരും മണിക്കൂറുകളിൽ തുടരുന്നതായിരിക്കും. കേരള കോൺഗ്രസുകൾ ഒന്നിക്കണമെന്ന അഭിപ്രായത്തിൽ നിലപാട് ആവർത്തിക്കുകയാണ് ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ ബിഷപ്പ് തോമസ് തറയിൽ. വോട്ട് ബാങ്കുകൾ ഭിന്നിച്ചു നിൽക്കുന്നത് നല്ലതല്ല എന്നതാണ് സഭയുടെ പക്ഷം. കേരള കോൺഗ്രസുകൾ പരസ്പരം മത്സരിക്കുന്നത് ഇരു പാർട്ടികൾക്കും ഗുണമല്ല. എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ നിലപാടുകളും താല്പര്യങ്ങളും ഉണ്ട് എന്നും തോമസ് തറയിൽ വ്യക്തമാക്കി. അടുത്തിടെ വന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു പരാമർശം കേരള കോൺഗ്രസുകൾ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളൊരു പരാമർശം. പക്ഷെ ഒരു യാഥാർത്ഥ്യം, വോട്ട് ബാങ്കുകൾ ഭിന്നിച്ചു പോകുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നതും ഒരു പാർട്ടിക്ക് നല്ലതല്ലല്ലോ. അത് അവർ മനസ്സിലാക്കണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും സൗകര്യം എല്ലാവരും ഓരോ മുന്നണികളോട് നിൽക്കുന്നതാണ്. പക്ഷേ അതല്ല, ഒരു സമൂഹത്തിൻ്റെ നന്മ നോക്കുമ്പോഴത്തേക്കും ഒരു പക്ഷേ
ഐക്യം എപ്പോഴും നല്ലതല്ലേ, അതിനകത്ത് നമുക്കൊരു കുറവ് പറയാനായിട്ടില്ലല്ലോ. എനിക്കൊന്നും പിതാവ് ഇങ്ങനെ പറയുമ്പോൾ ഈ താഴെത്തട്ടിലുള്ള ആൽമായർ ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ ഒരു ഫീലിങ്സോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ പല വേദികളിലൊക്കെ കേട്ടതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണോ ഇത്? നമുക്ക് ഈ ഭിന്നിച്ചു പോകുക എന്ന് പറയുന്ന ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. എല്ലാവരും ഐക്യത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹം പല രീതിയിൽ വരുന്നു. പക്ഷേ അതിൻ്റെ പ്രായോഗിക തലങ്ങളിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്കത് പറയാൻ സാധിക്കുകയില്ല. കാരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ നിലപാടുകളും അവരുടേതായ താല്പര്യങ്ങളും എല്ലാം ഉണ്ട്. അത് പരിഗണിച്ച് മാത്രമേ അവർ തീരുമാനമെടുക്കത്തുള്ളൂ. പക്ഷേ ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നതിൽ തെറ്റില്ല. അതിനുള്ള പരിശ്രമങ്ങൾ ആരൊക്കെ നടത്തിയാലും നല്ലതായിരിക്കും എന്നുള്ള ഒരു ചിന്തയാണ്. ഈ രാഷ്ട്രീയത്തിലെ ക്രൈസ്തവ മുഖങ്ങൾ, കേരള രാഷ്ട്രീയം തന്നെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന കുറേ മുഖങ്ങൾ മധ്യ കേരളത്തിൽ, ഇപ്പം ഉമ്മൻചാണ്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ കെ എം മാണി, ഇവരൊക്കെ നഷ്ടമായ ശേഷമുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ. അതിലൊരു എന്താണ് അതിനെ വിലയിരുത്തുന്നത്? നമുക്ക് അറിയാം, അവരുണ്ടായിരുന്ന കാലത്തും നമുക്ക് പ്രശ്നങ്ങളുണ്ട്. നിയമനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും സ്കൂളുകളുടെ കാര്യത്തിലാണെങ്കിലും ഈ കർഷകരുടെ പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ അവർ കുറച്ചുകൂടെ ജാഗ്രതയോടുകൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളെ സമീപിക്കുകയും സാധ്യമായ പരിഹാരങ്ങളൊക്കെ അവർ ചെയ്തു തരാനായിട്ട് തയ്യാറാവുകയും ചെയ്തിരുന്നു. അത് ഇപ്പോൾ ലഭിക്കുന്നില്ല. ഇടവേള. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല എന്താണ്? കണ്ണൂർ കരിയാട് മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് തനിക്ക് നേരെ നടന്ന പ്രതിഷേധം ശരിയായ സമരരീതിയല്ല എന്ന് KP മോഹനൻ MLA. പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ചർച്ച ചെയ്താണ്. ഇത്തരം സമരരീതിയോട് യോജിക്കാൻ സാധിക്കില്ല. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് തടഞ്ഞത്. പ്രശ്നപരിഹാരത്തിനായി ഈ മാസം 5-ന് മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തുമെന്നും കൂത്തുപറമ്പ് MLA KP മോഹനൻ വ്യക്തമാക്കി. അതേസമയം KP മോഹന് എതിരെ വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. MLAക്കെതിരെ പ്രതിഷേധ മാർച്ച് നടത്തുകയും ചെയ്തു. ചെയർമാനോട് ഞാൻ പറഞ്ഞു, നമുക്കിതൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞത് ഒരു ദിവസം അവരെയും ഇതിൻ്റെ 4-5 പേരെ ഇതിൽപ്പെട്ടവരെയും അതോടൊപ്പം തണലിൻ്റെവരെയും അതോടൊപ്പം തന്നെ അവിടുത്തെ ആ പ്രദേശത്തുള്ള രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തെയും വിളിച്ച് നമുക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് 5-ാം തീയതി രാവിലെ 9 മണിക്ക് അത് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എന്ത് തന്നെയായാലും അതിൻ്റെ ഒരു രീതി ശരിയായില്ല എന്നതാണ്. അവരെ സമരവും കാര്യവുമായിട്ടൊക്കെ തന്നെ. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പെയാണ് എൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞത്. ഞാൻ അതിൻ്റെ തണലിൻ്റെ ഹെഡായിട്ടുള്ള ഡോക്ടർ ഇതിരേഷനോട് ഈ കാര്യം പറഞ്ഞു. അദ്ദേഹവും ഇടപെടുന്നുണ്ട്. പറഞ്ഞത് ഇപ്പോഴാണ്, വളരെ മുമ്പൊന്നും എൻ്റെ അടുത്ത് വിവരം വന്നിട്ടില്ല. പോക്സോ കേസിൽ CPIM ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിലായി. പാലക്കാട് പുതുനഗരം ചെട്ടിയത്തുകുളമ്പ് ബ്രാഞ്ച് സെക്രട്ടറി പുതുനഗരം മാരിയക്കുളത്തുകളം N ഷാജിയാണ് അറസ്റ്റിലായത്. കൊടുവായൂരിൽ കായിക ഉപകരണങ്ങൾ വിൽക്കുന്ന കട നടത്തുന്ന ആൾ ആണ് പ്രതി ഷാജി. ജേഴ്സി വാങ്ങാൻ കടയിലെത്തിയ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഇയാൾ ഉപദ്രവിക്കുകയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സംഭവത്തെ തുടർന്ന് CPIM ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. മോഹൻലാലിന്റെ പേരിൽ വൻ സൈബർ തട്ടിപ്പ്. മോഹൻലാൽ ഫാൻസ് എന്ന പേരിൽ ഉള്ള പേജിൽ ആണ് തട്ടിപ്പ്. മോഹൻലാലിന്റെ വീഡിയോയ്ക്ക് കമന്റ് ഇട്ടാൽ ഇൻബോക്സിൽ മെസ്സേജ് വരും. നിർദ്ദേശപ്രകാരം പ്രൊഫൈലിലും ഗ്രൂപ്പുകളിലും വീഡിയോ ഷെയർ ചെയ്താൽ 10,000 രൂപ സമ്മാനം കിട്ടുമെന്നാണ് വാഗ്ദാനം. ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ സ്വന്തമാക്കിയാണ് തട്ടിപ്പ്. 4 ലക്ഷത്തിലധികം ആളുകൾ ഇതിനകം വീഡിയോ കണ്ടു കഴിഞ്ഞു. MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, ഈ തട്ടിപ്പ് സൈബർ വിഭാഗത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? തട്ടിപ്പിന് ആരെങ്കിലുമൊക്കെ ഇരയായതായി വിവരങ്ങളുണ്ടോ?
തീർച്ചയായും അത്തരം സൈബർ പോലീസോ മറ്റ് ഏജൻസികളോ ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചതായി നമ്മൾക്ക് അറിയില്ല. ഒപ്പം സൈബർ തട്ടിപ്പിന് ഇരയായ ആളുകളെക്കുറിച്ചും വിവരമില്ല. എന്തായാലും ലക്ഷണമൊത്ത ഒരു തട്ടിപ്പ് എന്ന രീതിയിൽ തന്നെ നമുക്കിത് പറയേണ്ടി വരും. കാരണം ഏറ്റവും അധികം ഫാൻ പേജുകൾ ഉള്ളത് അല്ലെങ്കിൽ പലതരത്തിലുള്ള പേജുകൾ ഉള്ള താരങ്ങളിൽ ഒരാളാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തികൾ പോലും ഫാൻ പേജുകൾ ഉണ്ടാക്കി ആഘോഷിക്കുന്ന ഒരാളാണ് മോഹൻലാൽ. മോഹൻലാലിൻ്റെ വീഡിയോയോ ഫോട്ടോയോ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് ആര് പോസ്റ്റ് ചെയ്യുന്നു എന്നത് പോലും നോക്കാതെ ആയിരക്കണക്കിന് ആളുകൾ പലപ്പോഴും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുന്ന ഒരു ആൾ കൂടിയാണ്. ഇത്തരത്തിൽ ഒരു പേജിലാണ് ഇപ്പോൾ മോഹൻലാലിൻ്റെ ഒരു വീഡിയോ ആദ്യം വിട്ടിരിക്കുന്നത്. ആ വീഡിയോയ്ക്ക് തന്നെ ഏതാണ്ട് 400Kയിലധികം ആളുകൾ കാഴ്ചക്കാർ അത് കണ്ടു കഴിഞ്ഞു. അതിലാണ് ഈ വീഡിയോയ്ക്ക് താഴെ ഒരു ഹലോ എന്ന മെസ്സേജ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് 10,000 രൂപ ലഭിക്കാൻ അവസരമുണ്ടാകുന്നു. ആദ്യം കമൻറ്റ് ചെയ്യുന്ന 240 പേർക്ക് ഈ സമ്മാനം ലഭിക്കും എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ഇതിന് ശേഷമാണ് ആളുകൾ കമൻ്റ് ഇടുന്നത്. നമ്മളും അത്തരത്തിൽ കമൻ്റ് ഇട്ട് കഴിഞ്ഞു. കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഇൻബോക്സിലേക്കൊരു മെസ്സേജ് ഇവരുടെ ഭാഗത്തു നിന്നും വരുന്നു. താങ്കൾ ആദ്യത്തെ ഘട്ടം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഈ സമ്മാനം നേടുന്നതിനുള്ള പ്രധാനമായ ആവശ്യകത ഞങ്ങളുടെ പോസ്റ്റ് നിങ്ങളുടെ പ്രൊഫൈലിലും ഒപ്പം 10 ഫേസ്ബുക്ക് ഗ്രൂപ്പ് പേജുകളിലും ഷെയർ ചെയ്യുക എന്നതാണ്. 10 ഗ്രൂപ്പിലേക്ക് ഇത് ഷെയർ ചെയ്യണം. അതിന് നിങ്ങൾക്ക് 15 മിനിറ്റ് സമയം നൽകുമെന്നും പറയുന്നു. ഇത്തരത്തിൽ ഈ 15 ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കഴിയുന്ന ഒരു ഇടവേളയിൽ അത് അവരുടെ ടീം പരിശോധിക്കുമെന്നൊക്കെ പറയുന്നു. പക്ഷേ അത്തരം പരിശോധനകളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഹലോ എന്ന് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഇൻബോക്സിലേക്ക് ഈ സംബന്ധിച്ച ഒരു മെസ്സേജ് എത്തുകയാണ്. മെസ്സേജിന് ശേഷമാണ് നിങ്ങൾ ഇതിൽ നിങ്ങൾക്ക് 10,000 രൂപയ്ക്ക് അർഹതയുണ്ടോ എന്നുള്ള ഒരു സന്ദേശം ലഭിക്കുന്നത്. തൊട്ടു പിന്നാലെയാണ് ഞങ്ങളിൽ നിന്നും സമ്മാനം ലഭിച്ച ഭാഗ്യവാന്മാരിൽ ഒരാളാണ് നിങ്ങൾ എന്ന് പറയുന്നതും. താഴെയുള്ള രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അവസാന ഘട്ടം പൂർത്തിയാക്കുക. നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് ഓപ്ഷൻ നൽകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് കാർഡിൻ്റെ വിവരങ്ങളാണ് പിന്നീട് ആരായുന്നത്. ഇതിന് തൊട്ട് താഴെ തന്നെ ബില്ലിംഗ് വിവരങ്ങൾ ഞങ്ങൾ എന്തിന് ആവശ്യപ്പെടുന്നു, ഈ സമ്മാനാർഹനായ നിങ്ങളുടെ പൗരത്വ വിവരങ്ങൾ അത് സ്ഥിരീകരിക്കുന്നതിനാണ് ഞങ്ങൾ ഇത്തരത്തിൽ ക്രെഡിറ്റ് കാർഡ് നമ്പർ ചോദിക്കുന്നതെന്ന് പറഞ്ഞ് അത്തരത്തിലുള്ള ഒരു തട്ടിപ്പാണ് നടക്കുന്നത്. നമുക്കറിയാം അടുത്ത കാലത്തായി മലയാളി ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരിലടക്കം വ്യാപകമായി വരുന്ന ഒരു പ്രവണതയാണ്. ഈ കണ്ടന്റുകൾക്ക് റീച്ച് കുറയുന്ന സാഹചര്യത്തിൽ അവർ എന്തെങ്കിലും ഇതുപോലെ സമ്മാന പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. അതിന് അടിയിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഷെയർ ചെയ്യുക. അങ്ങനെ ഷെയർ ചെയ്യുന്ന ആളുകളിൽ നിന്നും നറുക്കിട്ട് ആളുകൾക്ക് സമ്മാനങ്ങൾ നൽകുന്ന ഏറ്റവും കൂടുതൽ ആരാധകരൊക്കെ ഉള്ള ഫോളോവേഴ്സ് ഉള്ള പേജുകളിൽ പോലും ഇത്തരത്തിലെ ഈ സമ്മാനങ്ങൾ പറഞ്ഞ് ആളുകളെ ആകർഷിക്കാൻ അല്ലെങ്കിൽ സമ്മാനങ്ങൾ പറഞ്ഞ് തങ്ങളുടെ കണ്ടന്റുകൾ കൂടുതൽ ആളുകളിലേക്കും എത്തിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആവാം ഒരുപക്ഷെ ആളുകൾ കൂടുതലായി ഇതിലേക്ക് വീണു പോകുന്ന ഒരു സാഹചര്യം. നിരവധി പേരാണ് ഈ പോസ്റ്റുകൾ ഇതിനകം തന്നെ ഷെയർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ 8,500-ലധികം ഷെയറുകളാണ് ഈ പോസ്റ്റിന് വന്നിരിക്കുന്നത്. എന്തായാലും അത്രയധികം ഷെയർ ചെയ്യപ്പെടുമ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നു. ഒരു 10%, 5% ആളുകൾക്കെങ്കിലും ഇത്തരത്തിൽ പണം നഷ്ടപ്പെടാൻ സാധ്യതയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. പലപ്പോഴും ഈ സൈബർ തട്ടിപ്പുകളെക്കുറിച്ച് അല്ലെങ്കിൽ ഇത്തരം ക്രെഡിറ്റ് കാർഡ് നമ്പറുകൾ മറ്റും വാങ്ങിയുള്ള ചതിയെക്കുറിച്ച് ബോധവാന്മാരല്ലാത്ത പലരും ഇപ്പോഴും സമൂഹത്തിൽ ഉണ്ട്. അതുതന്നെയാണ് ഈ ഡിജിറ്റൽ അറസ്റ്റ് പോലുള്ള സംഗതികളിലൂടെ ആയിരക്കണക്കിന് രൂപ നഷ്ടപ്പെടുന്ന കണക്കുകൾ പലപ്പോഴും വരാറുണ്ട്. അതുകൊണ്ട് 8,500-ലധികം ആളുകൾ ഷെയർ ചെയ്ത 500Kക്ക് അടുത്ത് വ്യൂവർഷിപ്പ് ഉള്ള ഈ തട്ടിപ്പിൽ പലരും വീഴാനുള്ള സാധ്യതയാണ്. എന്തായാലും ഇതേക്കുറിച്ച് വളരെ വിശദമായ ഒരു പരിശോധന തന്നെ സൈബർ പോലീസും മറ്റുമൊക്കെ നടത്തേണ്ട ഒരു ആവശ്യകതയിലേക്കാണ് വന്നിരിക്കുന്നത്. ഒപ്പം പുതിയൊരു ട്രെൻഡായി മാറിയിട്ടുമുണ്ട്. ഇത്തരം പോസ്റ്റുകൾക്ക് താഴെ കമൻറ്റ് ചെയ്യുക, അത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുത്ത് 1,00,000 രൂപ നൽകാം, 2,00,000 രൂപ നൽകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സമ്മാനങ്ങൾ നൽകാമെന്നൊക്കെ പറഞ്ഞുള്ള ക്യാമ്പയിനുകൾ വരുന്നതും. എന്തായാലും ഈ പ്രശസ്തരായ ഇൻഫ്ലുവൻസർമാർ പോലും ഈ രീതി ചെയ്യുമ്പോഴാണ് ഇത്തരം തട്ടിപ്പ് പേജുകൾ വഴി ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നത്. എന്തായാലും മോഹൻലാലിൻ്റെ ഔദ്യോഗിക ഫാൻ പേജുകൾക്ക് ഒന്നും ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ മോഹൻലാലിൻ്റെ ചിത്രവും വീഡിയോയും ഒക്കെ ഉപയോഗിച്ചുള്ള ഒരു തട്ടിപ്പെന്നും മാത്രമേ നമുക്കിതിന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയൂ. എന്തായാലും ഇത്തരം പോസ്റ്റുകൾക്ക് കീഴിൽ കമൻറ്റ് ചെയ്യുന്നവർ പിന്നീട് വരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഒരു തരത്തിലും ക്രെഡിറ്റ് കാർഡ് നമ്പറോ വ്യക്തിഗത ബാങ്കിങ് വിവരങ്ങളോ നൽകാതിരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിന് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നീ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയൂ. അഭിലാഷ്. വിശദാംശങ്ങളാണ് MS അനീഷ് കുമാർ നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ ബീഹാർ സന്ദർശിക്കും.
മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് സന്ദർശനം. 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയെത്തിയതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് തീയതികൾ കമ്മീഷൻ പ്രഖ്യാപിച്ചേക്കും. നവംബർ 22-നാണ് ബീഹാർ നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നത്. തമിഴ്നാടിനെ ഞെട്ടിച്ച കരൂർ ദുരന്തത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള TVKയുടെ ഹർജി മദ്രാസ് ഹൈക്കോടതി മധുരൈ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. സംഭവത്തിന് പിന്നിൽ DMKയുടെ ഗൂഢാലോചനയുണ്ട് എന്ന ഗുരുതര ആരോപണമാണ് TVK ഉന്നയിക്കുന്നത്. വിജയ്ക്കെതിരെ കേസ് എടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജിയും TVK നേതാക്കളുടെ മുൻകൂർ ജാമ്യാപേക്ഷയും ഇന്ന് പരിഗണിക്കും. MA ബേബിയുടെ നേതൃത്വത്തിൽ CPIM സംഘം ഇന്ന് കരൂർ സന്ദർശിക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. അഭിലാഷ്, ഇന്ന് TVKയെയും അതോടൊപ്പം തന്നെ DMKയെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിനം ആണല്ലോ. കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്ത് ഉത്തരവുണ്ടായാലും അത് ഏതെങ്കിലും ഒരു പാർട്ടിയെ ബാധിക്കുന്ന ഒന്നായി മാറുകയും ചെയ്യുമല്ലോ. അഭിലാഷ്, തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ നിർണായകമായ ഒരു ദിനമാണ് ഇന്ന്. കാരണം തീരെ നിലച്ചിരിക്കാതെ ഉണ്ടായ ഒരു ദുരന്തമാണ് കരൂരിൽ സംഭവിച്ചത്. അതിൽ അന്ന് 41 പേർ കൊല്ലപ്പെട്ടു, അതിൽ 100ഓളം പേർക്ക് പരിക്കേറ്റു. ഈ സംഭവത്തിൽ DMKയും TVKയും വലിയ രീതിയിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ പിന്നീട് DMK ആ വിഷയത്തിൽ നിന്ന് മാറി TVKക്കെതിരെ ഒരു അയഞ്ഞ സമീപനം എടുക്കുന്ന രീതിയിലൊക്കെ നമ്മൾ വാർത്താ സമ്മേളനങ്ങളൊക്കെ കണ്ടതാണ്. ആ വിഷയത്തിൽ ഇന്ന് 3 ഹർജികൾ മദ്രാസ് ഹൈക്കോടതിയിൽ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ആദ്യത്തേത് ഈ വിഷയത്തിൽ കരൂർ ദുരന്തത്തിൽ ഗൂഢാലോചന ഉണ്ടെന്നുള്ള കാര്യത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് TVK നൽകിയ ഹർജിയിലാണ് ഇന്ന് ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹർജി കോടതിക്ക് മുമ്പാകെ എത്തുന്നത്. അതിൽ TVKയുടെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇത്തരത്തിൽ ഒരു വലിയൊരു റാലി നടക്കുമ്പോൾ ആ റാലിയിലേക്ക് ആവശ്യമായ പോലീസുകാരെ നൽകിയില്ല. 30,000-ലധികം ആളുകൾ വരുന്ന സ്ഥലത്ത് വെറും 500 പോലീസുകാരെയാണ് വിന്യസിച്ചത്. അതുപോലെ ഈ ദുരന്തമുണ്ടായ ഉടൻ തന്നെ 30ഓളം ആംബുലൻസുകൾ പ്രദേശത്തെത്തി. അതെങ്ങനെ ഇത്തരത്തിൽ കൃത്യം 30ഓളം ആംബുലൻസുകൾ അവിടെ എത്തി എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതുപോലെ ഈ സെന്തിൽ ബാലാജി, കരൂർ MLA സെന്തിൽ ബാലാജി ദുരന്തമുണ്ടായി 5 മിനിറ്റിനുള്ളിൽ ആശുപത്രിയിൽ എത്തി എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതുപോലെ ആശുപത്രിയിൽ സജ്ജീകരണങ്ങളെല്ലാം തയ്യാറായിരുന്നു എന്നുള്ളൊരു ആരോപണം TVKയുടെ ഭാഗത്തു നിന്നുണ്ട്. അതുപോലെ വേലുസ്വാമിപുരം എന്ന് പറയുന്ന ചെറിയ ഏരിയയിൽ റാലി അനുവദിച്ചത് പകരം കോളനിപ്പട്ടി എന്ന് പറയുന്ന ഒരു വലിയ സ്ഥലം തൊട്ടടുത്തുണ്ടായിട്ടും അവിടെ ഇത്രയും വലിയൊരു ആൾക്കൂട്ടത്തെ അനുവദിക്കാതെ വേലുസ്വാമിപുരം എന്ന് പറയുന്ന ചെറിയ സ്ഥലത്ത് എന്തുകൊണ്ട് ഈ റാലിക്ക് അനുമതി നൽകി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലാണ് TVK ഗൂഢാലോചന ഉന്നയിക്കുന്നത്. ഇതിൽ DMK കൃത്യമായി രാഷ്ട്രീയപരമായിട്ടുള്ള മറുപടിക്ക് തൽക്കാലം വഴങ്ങിയിട്ടില്ല. DMKയുടെ വക്താവായി സെന്തിൽ ബാലാജി സംസാരിക്കുന്നത് ഇത്തരത്തിൽ ഈ ഒരു വിഷയത്തിൽ തങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ലക്ഷ്യങ്ങളില്ല, അവിടെ ദുരന്തത്തിൽ ബാധിക്കപ്പെട്ട ആളുകളുടെ സംരക്ഷണവും സുരക്ഷയുമാണ് തങ്ങൾക്ക് പ്രഥമ പരിഗണന, ബാക്കി എല്ലാ കാര്യങ്ങളും അരുണ ജഗദീശൻ്റെ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം പ്രതികരിക്കാമെന്നുള്ളൊരു നിലപാടാണ് DMK ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത്. അത് ഒന്നാമത്തെ ഹർജി. രണ്ടാമത്തേതെന്ന് പറയുന്നത് TVKയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള N ആനന്ദും അതുപോലെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നിർമ്മൽ കുമാറും മുൻകൂർ ജാമ്യ ഹർജികൾ നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ കരൂർ ദുരന്തത്തിൽ കരൂർ റാലി സംഘടിപ്പിച്ച സംഘാടകർക്കെതിരെ കേസെടുക്കുന്നതാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ ഉണ്ടായ നടപടി. അതിൽ അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ 2 TVK നേതാക്കളും ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത്. ആ ഹർജിയും ഇന്ന് പരിഗണിക്കും. അതുപോലെ ഈ വിഷയത്തിൽ കൂടുതൽ ഇന്ന് MA ബേബി അവിടെ സന്ദർശിക്കുന്നുണ്ട്. MA ബേബി അടങ്ങുന്ന CPM സംഘം ഇന്ന് കരൂർ സന്ദർശിച്ച് കൂടുതൽ കരൂർ ദുരന്തമുണ്ടായ സ്ഥലവും അതുപോലെ ബാധിക്കപ്പെട്ട ആളുകളെയും ഉടൻ സന്ദർശിക്കും. അവർ എന്തായാലും കരൂരുമായി ബന്ധപ്പെട്ട വിഷയം കോടതിയിലേക്ക് എത്തുമ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്നൊരു വിധി പ്രസ്താവം ഉണ്ടാവുകയാണ് എങ്കിൽ അത് TVKക്കോ അല്ലെങ്കിൽ DMKക്കോ ആർക്കാകും നേട്ടം, തിരിച്ചടി എന്നത് അറിയാം. പാക് അധീന കശ്മീരിൽ കലാപം ശക്തമാവുകയാണ്. പോലീസ് വെടിവെപ്പിൽ ഇതുവരെ 12 പേരാണ് കൊല്ലപ്പെട്ടത്. 3 പോലീസുകാരും മരിച്ചു. ക്രമസമാധാന നില വഷളാകുന്നതിൽ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ആശങ്ക രേഖപ്പെടുത്തി. രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, ഈ പ്രശ്നം രൂക്ഷമാകുമ്പോൾ അതിനുള്ള പരിഹാര ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അഭിലാഷ്, കലാപ കലുഷിതമാണ് പാക് അധീന കശ്മീർ. കാരണം കഴിഞ്ഞ 5 ദിവസമായി അവിടെ പ്രതിഷേധത്തിലാണ് ജനത. പ്രത്യേകിച്ച് ഈ 5 ദിവസത്തെ കണക്ക് നോക്കുമ്പോൾ 12 ആളുകൾ പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടു, 3 പോലീസുകാർക്കും ജീവൻ നഷ്ടമായി. ഏതായാലും 29 മുതലാണ്
അവർ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രത്യേകിച്ച് തെരുവിലിറങ്ങിയത്. അതിൽ തന്നെ 38 ആവശ്യങ്ങൾ മുന്നോട്ടൊക്കെ തന്നെ പാക് സർക്കാർ മുഖം തിരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. മാത്രവുമല്ല പ്രതിഷേധക്കാരെ എല്ലാം തന്നെ സുരക്ഷാ സേന തെരുവിൽ നേരിടുന്ന സാഹചര്യമുണ്ടായി. ഇതോടുകൂടിയാണ് പ്രതിഷേധം അത് വലിയ അക്രമാസക്തമാകുന്ന നിലയിലേക്ക് പലയിടത്തേക്കും വ്യാപിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോയത്. ഏതായാലും പലവട്ടം ചർച്ച നടത്തി. ഈ ചർച്ചകളിലൊന്നും തന്നെ തീരുമാനം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുകയാണ് പ്രതിഷേധക്കാർ. ഏതായാലും പാക് പ്രധാനമന്ത്രി തന്നെ ഇപ്പോൾ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നിയമം കയ്യിലെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകരുതെന്ന പ്രതികരണമാണ് ഷഹബാസ് ഷെരീഫിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. മാത്രവുമല്ല ഈ പ്രതിഷേധക്കാരുമായി ചർച്ച നടത്താനുള്ള സമിതി അത് വിപുലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പാക് സർക്കാർ. എന്നിരുന്നാൽ പോലും നിലവിൽ സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ് എന്ന് പറയാൻ കഴിയില്ല. അതായത് കടകൾ അടച്ചുകൊണ്ടുള്ള പ്രതിഷേധം, പ്രത്യേകിച്ച് തെരുവിലിറങ്ങിക്കൊണ്ടുള്ള പ്രതിഷേധം അതിപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണ്. പാക് അധിനിവേശ കാശ്മീർ കലാപകലുഷിതം ആണ്. അമേരിക്കയിലെ അടച്ചുപൂട്ടലിൽ ഡെമോക്രാറ്റുകളെ രൂക്ഷമായി വിമർശിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോഗ്യ സുരക്ഷാ ഫണ്ടുകളുടെ ആനുകൂല്യം അനധികൃത കുടിയേറ്റക്കാരിലേക്ക് എത്തിക്കാനാണ് ശ്രമം. രാജ്യത്തിന്റെ അതിർത്തി ക്രിമിനലുകൾക്ക് തുറന്നു കൊടുക്കണമെന്ന നയമാണ് ഡെമോക്രാറ്റുകളുടേത് എന്നും ട്രംപ് വിമർശിച്ചു. അടച്ചുപൂട്ടൽ 3-ാം ദിവസത്തിലേക്ക് കടന്നതോടെ ജനജീവിതം സ്തംഭിച്ചു തുടങ്ങി. സജിമോൻ ആന്റണിയുടെ റിപ്പോർട്ടിലേക്ക്. അമേരിക്കയിൽ ഇപ്പോൾ ഏറ്റവും പ്രസക്തമായ 1-2 വേർഡുകളുണ്ട്. അതിലൊന്നാണ് കട്ട് 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 കട്ട്. ഓക്കെ, അതാണ് ഇന്നത്തെ ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു വേർഡ് എന്ന് പറയാൻ പറ്റുന്നത്. ഡെമോക്രാറ്റ്സ് ബ്ലിങ്ക് ചെയ്യുമോ ആദ്യം, റിപ്പബ്ലിക്കൻസ് ബ്ലിങ്ക് ചെയ്യുമോ ആദ്യം എന്നുള്ളതാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെ പറ്റിയിട്ട് ഞാൻ ആക്ച്വലി ഫൊക്കാനയുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഫൊക്കാനയ്ക്ക് ഒരു പ്രോഗ്രാം ഉണ്ട്, പ്രസിഡൻഷ്യൽ വോളണ്ടിയർ സർട്ടിഫിക്കറ്റിന്റെ ഒരു അവാർഡ് വിതരണ പ്രോഗ്രാം ഉണ്ട്. അപ്പം അതിനൊരു ഇമെയിൽ അയച്ചിട്ട് റെസ്പോൺസ് കിട്ടിയില്ല. അപ്പൊ ഞാൻ അവരുടെ വെബ്സൈറ്റിൽ പോയി നോക്കിയപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഇതാണ്: ടെമ്പററി ആ ഡിപ്പാർട്ട്മെന്റ് ഈസ് ക്ലോസ്ഡ് അൺടിൽ ഫർദർ ഇൻഫർമേഷൻ എന്നാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു കൗതുകമായിട്ട് ഞാൻ വൈറ്റ് ഹൗസിന്റെ പ്രസ് സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചു. അപ്പം കാലത്തെ വിളിച്ചതാണ്. അപ്പൊ അന്ന് കിട്ടിയ അതേ റെസ്പോൺസ് തന്നെയാണ് എനിക്ക് ഇപ്പോഴും കിട്ടാനുള്ളത്. ഞാൻ ഒരു 5 മിനിറ്റ് മുമ്പ് വിളിച്ചായിരുന്നു. ഇപ്പൊ ഞാൻ വിളിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. We are unable to take your call. Once funding has been restored, our operations will resume. Please call back at that time. ഈ മെസ്സേജ് ആണ് മിക്കവാറും ഉള്ള നമ്മുടെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ വിളിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. കാരണം 2 ദിവസമായിട്ട് ഇവിടെ ഷട്ട് ഡൗൺ ആണ്. ചില ഡിപ്പാർട്ട്മെന്റുകൾ അത് ഷട്ട് ഡൗൺ ആണെങ്കിലും വോളണ്ടറി എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവശ്യ സാധനങ്ങൾ അല്ലെങ്കിൽ എമർജൻസി സർവീസ് ഒഴിച്ചുള്ള മറ്റ് ഡിപ്പാർട്ട്മെന്റുകളാണ് ഇത് ബാധിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് FDA സർവീസ്, എയർ ട്രാവൽസ്, TSA പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരികയാണ്. ഇമിഗ്രേഷൻ സർവീസിനെ ബാധിക്കുന്നുണ്ട്. SBA സ്മോൾ ബിസിനസ് അഡ്മിനിസ്ട്രേഷനെ ബാധിക്കുന്നുണ്ട്. പാർക്കുകൾ, പോസ്റ്റൽ സർവീസുകൾ ഒരു പരിധി വരെ, വെറ്ററൻ സർവീസുകൾ, അങ്ങനെയുള്ള പല സർവീസുകളിൽ ഇത് ബാധിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അമേരിക്ക കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ആയി, ഇവിടെ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല എന്ന് ധരിക്കരുത്. അവശ്യ സാധനങ്ങളും എമർജൻസി കാര്യങ്ങളും എല്ലാം അത് അതുപോലെ നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടികളും നമ്മളെ ചർച്ചകൾ നടക്കുന്നുണ്ട്. എനിക്കറിയാൻ കഴിഞ്ഞത് നാളെ 2ാമത് ഒരു ബില്ലും കൂടെ കൊണ്ടുവരുന്നുണ്ട്. അതിന് സ്റ്റോപ്പ് ഗ്യാപ്പ് ബില്ലിംഗ് എന്ന് പറയുന്നത്. അതായത് ഈ 2 പാർട്ടികൾക്കും ലോങ് ടൈമിലുള്ള പ്രൊജക്ടുകൾക്ക് വേണ്ടിയിട്ട് ഒരു എഗ്രിമെന്റ് വരാൻ പറ്റിയില്ല എങ്കിൽ ടെമ്പററി ആയിട്ട് ഒരു 5 ആഴ്ചത്തേക്ക് അല്ലെങ്കിൽ 6 ആഴ്ചത്തേക്ക് ഒരു 7 ആഴ്ചത്തേക്ക് വേണ്ടിയിട്ട് ഒരു ടെമ്പററി ഗ്യാപ്പ് ഫണ്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിന്റെ ഒരു ബില്ല് അവതരണമാണ് നാളെ വരാൻ പോകുന്നതെന്ന് കേൾക്കുന്നത്. മോസ്റ്റ് ലൈക്ലി അത് ഫെയിൽ ആവാനുള്ള ചാൻസ് ആണ്. കാരണം 2 പാർട്ടിയും ഇപ്പോഴും നോക്കുന്നത് ആരാണ് ആദ്യം കണ്ണടയ്ക്കുന്നത് അല്ലെങ്കിൽ ബ്ലിങ്ക് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. റൈറ്റ് ആൻഡ് സെന്ററിൽ ഇപ്പോൾ ഉള്ളൊരു ടോപ്പിക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇമിഗ്രേഷൻ, അതായത് ഇല്ലീഗൽ ഇമിഗ്രേഷന് ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഉണ്ട്, അപ്പൊ അത് നിർത്തലാക്കണം. അതാണ് ഡെമോക്രാറ്റ്സ് ചോദിക്കുന്നത്. അത് അനുവദനീയമല്ല എന്നുള്ള ഒരു പോയിന്റ് ആണ് റിപ്പബ്ലിക്കൻ പാർട്ടി പറയുന്നത്. എന്നാൽ ഇൻഡിപെൻഡന്റ് ഏജൻസികളെ ഉദ്ധരിക്കുകയാണെങ്കിൽ അത് കള്ളമാണ്. കാരണം ഇപ്പോഴത്തെ ഹെൽത്ത് കെയർ മെഡിക്കേഡ് പ്രൊവിഷനകത്ത് ഒരു മെജോറിറ്റി അല്ലെങ്കിൽ ഇല്ലീഗൽ ഇമിഗ്രേറ്റ്സിന്റെ ഒരു പാർട്ടിസിപ്പേഷൻ അല്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ആ ഒരു പേര് പറഞ്ഞാണ് റിപ്പബ്ലിക്കൻ പാർട്ടി അതിനെ ബ്ലോക്ക് ചെയ്യുന്നത്. എന്നാൽ വസ്തുത എന്ന് പറയുന്നത്, കാരണം ഈ മെഡിക്കേഡ് അല്ലെങ്കിൽ ഒബാമ കെയറിന്റെ എക്സ്റ്റൻഷൻ ഈ ഒക്ടോബറിൽ 1 തീരുകയാണ്. അപ്പൊ അതിനുള്ള ഫണ്ടിങ് നിർത്തലാക്കുന്നത് വഴി ഒബാമ കെയർ എന്താ പറഞ്ഞത്, തന്നെ ശോഷിച്ച് ഇല്ലാതാവും എന്നുള്ളൊരു പ്രതീക്ഷയിലേക്കാണ് റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് എനിക്ക് തോന്നുന്നു, ഇൻഡിപെൻഡന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ. യെസ്, അങ്ങനെ ഒരു ഭരണസ്തംഭനത്തിലേക്ക് അല്ലെങ്കിൽ സർക്കാർ പ്രവർത്തനങ്ങൾ സ്തംഭിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു അമേരിക്ക എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങൾ. 9 മണി വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.